بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على نبينا محمد وآله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم ألهمني مراشد أموري وأعذني من شرور نفسي ومن سيئات أعمالي. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ സത്യവിശ്വാസികളെ ഓർമ്മപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് വിശ്വാസം, അമലുകൾ, സ്വഭാവം, ആഖിറത്തിന്റെ ചിന്ത, മരണത്തിന്റെ ഓർമ്മ, ഇതെല്ലാം പറയുന്നതിന് ശേഷം പറയുന്ന ഒരു ചെറിയ കഷണം വാക്കുണ്ട്, അന്നഫ്സിഹി. അതായത് ഇതെല്ലാം ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെയും നിങ്ങളോട് ശ്രദ്ധിക്കാൻ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. അല്ലാതെ നിങ്ങളിപ്പം വലിയ വിശ്വാസികളായി ഒരുപാട് അമല് ചെയ്യുന്ന ആളുകളായി മാറി, ദുനിയാവ് മുഴുവൻ നന്മകളെ കൊണ്ട് നിറക്കുന്നവരായി മാറി, മാ സാദ ഫീ മുൽക്കി ശൈഅ, എന്റെ അധികാരത്തിൽ അതൊന്നും കൂട്ടാൻ പോകുന്നൊന്നുമില്ല. എനിക്കെന്തെങ്കിലും നേട്ടം നിങ്ങളുടെ ആ വിശ്വാസം കൊണ്ടോ അമലുകൾ കൊണ്ടോ ഉണ്ടാവാനുമില്ല. ഇനി നിങ്ങളെല്ലാരും കൂടെ ലൗ അന്ന അവ്വലക്കും വആഖിറക്കും വഇൻസക്കും വജിന്നക്കും കാനൂ അലാ അഫ്ജരി ഖൽബി റജുൽ വാഹിദിൻ മിൻകും, ഖുദ്സിയ ഹദീസാണ്. നിങ്ങളും നിങ്ങളുടെ മുൻഗാമികളും ഇൻസും ജിന്നും ഇവരെല്ലാരും കൂടെ ഭൂമിയിലെ വളരെ വൃത്തികെട്ട ഒരാളെ പോലെ ആയി മാറി എന്ന് വെച്ചോ, മാ നഖസ മിൻ മുൽക്കി ശൈഅ, എന്റെ അധികാരത്തിൽ അതൊരു കുറവും വരുത്തൂല്ല. അപ്പൊ എന്തെങ്കിലും ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നേട്ടമായിട്ടാണ്, എനിക്കൊന്നും കിട്ടാനല്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പ്രസിദ്ധമായ ഹദീസാണ്, അള്ളാഹു പറയാൻ, യബ്ന ആദം, ആദമിന്റെ മോനെ, നാളെ ഖിയാമത്ത് നാളില് നിങ്ങൾ ചെയ്ത അമലുകൾ ഞാൻ നിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കും. അള്ളാഹു പറയുന്ന ഒരു വാക്കുണ്ട്, ഇന്നമാ ഹിയ അഅമാലുകും ഉഹ്സിഹാ ലക്കും, ഇതാണ് നിങ്ങൾ ചെയ്ത അമലുകൾ. ഉഹ്സിഹാ ലക്കും, അതിനെ ഞാൻ വളരെ കൃത്യമായി എടുത്തു വെച്ചിട്ടുണ്ട്. അതൊരു കടുക് മണിയോളം ഷെയ് ആണെങ്കിലും, ഷെയ്ന്റെ അർത്ഥം നമ്മൾ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്, സൂര്യപ്രകാശത്തില് അന്തരീക്ഷത്തിൽ നമ്മൾ കാണുന്ന ആ പൊടി, അതാണ് ഷെയ്. അതാണെങ്കിലും ശരി, ഉഹ്സിഹാ ലക്കും, അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, നന്മയാവട്ടെ തിന്മയാവട്ടെ. പക്ഷെ നിങ്ങൾ മറന്നിട്ടുണ്ടാവും, വമാ കാന റബ്ബുക നസിയ്യ, നിന്റെ റബ്ബ് അങ്ങനെ മറക്കുന്ന ആളല്ല. എല്ലാം കൃത്യമായിട്ട് ലിസ്റ്റിലുണ്ട്. ഫീ കിതാബിൻ മുബീൻ മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ് കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫ്അലൂൻ. അല്ലാഹു പറഞ്ഞ വാക്കുകളാണ്. എന്നിട്ട് സുമ്മ ഉവഫിയകും ഇയ്യാഹ, അത് എനിക്ക് വേണ്ടി ഞാൻ എടുത്തു വെച്ചൊന്നുമല്ല, എനിക്കൊന്നും അതിനെ കൊണ്ട് നേടാനില്ല. ഞാൻ നിങ്ങൾക്ക് അത് തൂക്കി കണക്കാക്കി അതിന് തക്കതായ പ്രതിഫലം തന്നിരിക്കും. സുമ്മ ഉവഫിയകും ഇയ്യാഹ, വഫാഓടുകൂടിയാണ് തരിക. ഒരാണ്ടുമണി തൂക്കം നന്മ ചെയ്തവന്റെ കൂടി ഞാൻ കുറക്കൂല, ഒരാണ്ടുമണി തൂക്കം തിന്മ ചെയ്തവന് ഞാൻ എക്സ്ട്രാ എടുത്തിടൂല്ല. എന്താണോ അതിന്റെ ശിക്ഷ പറയപ്പെട്ടത് അത് തരും. സുമ്മ ഉവഫിയകും ഇയ്യാഹ, അല്ലാഹു പറയാൻ, ഫമൻ വജദ ഖൈറൻ, എന്റെ കോടതിയിൽ വന്ന് ചെയ്ത അമലുകളൊക്കെ തൂക്കി കൃത്യപ്പെടുത്തി കൂലി തരുന്ന ആ സമയത്താണെങ്കിലും ഖൈറ് കണ്ടെത്തിയാൽ ഫൽയഹ്മദില്ലാഹ്, ഓൻ അല്ലാഹുവിനെ ഹംദ് പറഞ്ഞോട്ടെ, ഓൻ അല്ലാഹുവിനെ സ്തുതിച്ചോട്ടെ, ഓൻ രക്ഷപ്പെട്ടു പോയി അല്ലാഹുവിന്റെ ഫദ്ല് കൊണ്ട്. വമൻ വജദ ഗൈറ ദാലിക്, ഇനി അതല്ല അവിടെ കിട്ടുന്നത്, ഷർറാണെങ്കിൽ, നേരെ തിരിച്ചാണെങ്കിൽ, ഫലാ യലൂമന്ന ഇല്ലാ നഫ്സ, ആരെയും കുറ്റം പറയണ്ട, സ്വന്തത്തിനെ മാത്രം ആക്ഷേപിച്ചാൽ മതി. അവനവനെ പറഞ്ഞാൽ മതി,
ഓനായത് കൊണ്ടാണ്, അല്ലെങ്കിൽ മറ്റെങ്ങനെ ആയതുകൊണ്ടാണ്, അവരെങ്ങനെ ആയതുകൊണ്ടാണ്. ഒരാളെ തലക്കും നീ ഇട്ട് രക്ഷപ്പെടാൻ നോക്കണ്ട. ലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ. അപ്പനെ കുറ്റം പറഞ്ഞാൽ മതി, ആക്ഷേപിച്ചാൽ മതി. കാരണം എന്താ അറിയോ, അവിടെ തോറ്റവൻ തോറ്റു. അതുകൊണ്ട് നമ്മളെ അഖീദ പഠനം, വിശ്വാസപരമായ കാര്യങ്ങളിലുള്ള ചർച്ച, തൗഹീദിന്റെ മസലകൾ പഠിക്കുക, ഷഹാദത്ത് ബാത്തിലായി പോകുന്ന കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കുക. ഇതൊന്നും വെറുതെയുള്ള ഒരു അന്നാമുന്ന വർത്താനമല്ല, ഒരു ഇബാദത്താണ്. മനുഷ്യൻ അവന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം പൂർത്തിയാക്കാൻ എന്താണോ വേണ്ടത് അത് നേടിയെടുക്കാനുള്ള ഇരുത്താണ്. തിജാറത്തുൽ ലൻ തബൂർ, ഒരു നഷ്ടവും വരാത്ത കച്ചവടം. എന്നാൽ അവഗണിക്കുന്നവർ, പരിഗണിക്കാത്തവർ, അത്ര വലിയ ഗൗരവം കൊടുക്കാത്തവർ, അവസരങ്ങളെ നഷ്ടപ്പെടുത്തുന്നവർ ഫലാ യലൂമന്ന ഇല്ലാ നഫ്സ. നാളെ ഖിയാമത്ത് നാളിൽ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി നടത്താൻ പോകുന്ന ഒരു പ്രസംഗമുണ്ട്. അതായത് അസ്ഹാബുൽ ജന്നയെ സ്വർഗത്തിലേക്ക് വിട്ടു കഴിയും, അസ്ഹാബുൻ നാറിനെ നരകത്തിലേക്ക് വിട്ടു കഴിയും. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാചിന് പ്രസംഗിക്കാനുള്ള അവസരം കൊടുക്കും. ഞാൻ ആയത്ത് നമ്പർ പറഞ്ഞുതരാം, അത് നമ്മൾ വായിച്ചു നോക്കുന്നത് നല്ലതാണ്. അത് ഖുതുബത്തു ഇബ്ലീസ്, തഫ്സീറിന്റെ കിതാബിൽ അങ്ങനെയാണുള്ളത്. ഖുതുബത്തു ഇബ്ലീസ്, ഇബ്ലീസിന്റെ പ്രസംഗം നാളെ അവിടെ നടക്കാൻ പോകുന്നുണ്ട്. എന്താണെന്നറിയോ, സൂറത്ത് ഇബ്രാഹിം, സൂറത്തു ഇബ്രാഹിം 22-ാമത്തെ ആയത്ത്. അമാനി തഫ്സീറിലും അദ്ദേഹം ഇബ്ലീസിന്റെ പ്രസംഗമായി തന്നെ പറയുന്നുണ്ട്. അതെന്തിനാണെന്നറിയോ, ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല പറഞ്ഞു, അവിടെ ഖൈറുകൾ കൈമലില്ലാത്ത നരകവാസികളെ കൂടുതൽ വിഷമിപ്പിക്കാൻ. ആഖിറത്തിന്റെ വിഷമിപ്പിക്കലും ഒരു തഅദീബാണ്, ഒരു ശിക്ഷയാണ്. അതായത് വജീഅ യൗമഇദിൻ ബിജഹന്നം, എന്താ അർത്ഥം? ആ ദിവസം നരകം കൊണ്ടുവരപ്പെടും. മഹ്ശറിൽ നരകത്തിനെ 70,000 മലക്കുകൾ 70,000 ചങ്ങലകളിൽ ബന്ധിച്ച് യജുറൂന ബിഹാ, നരകത്തെ വലിച്ചു കൊണ്ടുവരലാണ്. ആരും അതിന് പ്രവേശിച്ചിട്ടില്ല. മഹ്ശറിൽ അതിനെ പ്രദർശിപ്പിക്കും. ആ പ്രദർശിപ്പിക്കലും ഒരു തഅദീബാണ്, ശിക്ഷയാണ്. കാരണം നരകവാസികൾ കാണുമ്പോൾ പടച്ചോൻ ഇനി അങ്ങോട്ടാണല്ലോ പോണ്ടി വരിക എന്ന ആദ്യം അവരുടെ മനസ്സിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഇബ്ലീസിനെ അല്ലാഹു അവിടെ പ്രസംഗിപ്പിക്കുന്നത്. അവന്റെ പ്രസംഗം കേട്ട് കഴിയുമ്പം അവനെ അനുസരിച്ചവർക്ക് വിഷമം കൂടും, സങ്കടം കൂടും. ആ സങ്കടം ഒരു ശിക്ഷയാണ്. അല്ലാഹു പറയാണ്, വഖാല ശൈത്താനു, ശൈത്താൻ പറയും, ലമ്മാ ഖുദിയൽ അംറു, കാര്യം തീരുമാനിക്കപ്പെടുന്ന ആ സമയം. തീരുമാനിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ ആൾക്കാർ അങ്ങോട്ട് മാറ്റി, നരകത്തിന്റെ ആൾക്കാർ അങ്ങോട്ട് മാറ്റി, വിഷയം കഴിഞ്ഞു. അപ്പോഴവൻ പ്രസംഗിക്കുക. എന്താ പറയാന്നറിയോ, ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ്, അല്ലാഹു നിങ്ങളോട് ചെയ്ത വഅദ ഹഖായിരുന്നു, സത്യസന്ധമായ വാഗ്ദാനങ്ങളാണ് അല്ലാഹു നിങ്ങൾക്ക് തന്നത്. ഞാനോ വഅദ്തുകും, ഞാനും നിങ്ങൾക്ക് തന്നു കുറെ വാഗ്ദാനങ്ങൾ, തിരക്കുകൾ, ആ ചിന്തകൾ, ഈ ചിന്തകൾ, ആ വർത്തമാനം, ഈ നിലപാട്, ആ നിലപാട്, അങ്ങനെ പല 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 വാദകള് ഞാനും തന്നു. എന്നാ അള്ളാഹു തന്ന വാദ എവിടെ ഉണ്ട്? ഖാല അല്ലാഹ് വഖാല റസൂലുള്ളാഹ്, അത് അള്ളാഹിന്റെ ഹഖായ വാദയാണ്. ഞാൻ തന്നു വാദ, പക്ഷേ ഫഅഖ്ലഫ്തുകും, ഞാൻ തന്നെ എന്ത് ചെയ്തു? ലംഘിക്കുകയും ചെയ്തു. ഞാൻ തന്ന വാദകൾ മൊത്തം ഞാൻ ലംഘിച്ചു. പക്ഷെ ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്, നിങ്ങൾക്കത് മനസ്സിലായിട്ട് ദുനിയാവിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ അള്ളാഹു നിങ്ങളോട് ചെയ്ത വാദകളെ അവസരത്തിനനുസരിച്ച് തൽക്കാലം മാറ്റിവെച്ചു. എന്നാലോ ഒരു സത്യവുമല്ലാത്ത എന്റെ വാദ ഞാനിതാ ലംഘിച്ചു. ഒരു രക്ഷയും എന്റെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കണ്ട, ഒരു സഹായം ഞാൻ നിനക്ക് ചെയ്യാനും പോകുന്നില്ല. ഫഅഖ്ലഫ്തുകും വമാ കാന ലി അലൈക്കും മിൻ സുൽത്താനിൻ ഇല്ലാ അൻ ദഅഉതുകും. അല്ലാഹു നമ്മളെ വിഡ്ഢികളാക്കി, ശൈത്താൻ അവന്റെ അനുയായികളെ പമ്പര വിഡ്ഢികളാക്കിയിട്ട് പറയാണ് മഹ്ശറിൽ, എനിക്കാകെ ഉണ്ടായിരുന്ന ജോലി, വമാ കാന ലിയ, എന്റെ ആകെയുള്ള ഉത്തരവാദിത്തം, അലൈക്കും മിൻ സുൽത്താൻ, നിങ്ങൾക്ക് മേൽ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആകെയുള്ള അധികാരം, ഇല്ല അൻ ദഅഉതുകും, എന്റെ ഈ കള്ളമായ വാഗ്ദാനങ്ങളിലേക്ക് നിങ്ങളെ വിളിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്ത എന്റെ ജോലിയാണ്. പക്ഷേ ഫസ്തജബ്തും ലീ, നിങ്ങൾ എത്ര ഈസി ആയിട്ടാണ് എന്റെ വാദ സ്വീകരിച്ച് എന്റെ വിളിക്ക് ഉത്തരം തന്നത്. എന്റെ ജോലി തന്നെ അല്ലാഹു ഏൽപ്പിച്ചതാ.
ഏൽപ്പിച്ച റബ്ബ് നിങ്ങളെടുത്ത് പറഞ്ഞിട്ടുമുണ്ട്. എന്ത്? ഇന്ന ശൈത്താന ലക്കും അദു ഫത്തഖിദൂഹു അദുവ. ശൈത്താൻ നിങ്ങളുടെ ശത്രുവാണ്, ശത്രുവായി തന്നെ കണ്ടോളൂ. ഇന്നഹു യറാകും ഹുവ വഖബീലുഹു മിൻ ഹൈതു ലാ തറൗനഹും. നിങ്ങൾ ദുനിയാവ് കാണുന്ന മനുഷ്യന്മാരെ പോലത്തെ ശത്രുവല്ല, അവനും അവന്റെ പട്ടാളക്കാരും നിങ്ങളെ കാണുന്നുണ്ട്, നിങ്ങൾക്ക് അങ്ങോട്ട് കാണാൻ കഴിയില്ല. അത്ര ശക്തമായിട്ട് അവൻ പ്രതികരിക്കും. യജ്രി മജ്റദ്ദം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രക്തക്കുഴലിലൂടെ സഞ്ചരിക്കുന്നവരാണ് പിശാച്. അത്ര ശക്തനായ ശത്രുവാണ്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തില്ല? എന്നെ ശത്രുവായി കണ്ടില്ല. ഫസ്തജബ്തും ലീ. ഹജ്ജിന് വന്നപ്പോ ജംറയിൽ ഏറെല്ലാം കണ്ടാൽ തോന്നും ഇവൻ തന്നെ ഏറ്റവും വലിയ ശത്രു. അമ്മാതിരി ഏറെ അറിയാം. നമ്മൾ ഉസ്താദ് പറയുന്നുണ്ട്, അങ്ങനത്തെ ഏറെല്ലാം കൊള്ളുമ്പോ ഷെയ്ത്താൻ എറിയുന്നല്ല കേട്ടോ, അത് വേറെ കാര്യം. ജംറയിൽ എറിയുന്ന ഷെയ്ത്താൻ എറിയുന്നല്ല, അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എറിയാൻ വേണ്ടി പറഞ്ഞു തന്നു, നമ്മൾ എറിയുന്നു. അതിന്റെ അപ്പുറത്ത് വേറെ ഒന്നും അതിന്റെ ഹിക്മത്തൊന്നുമില്ല. എന്നാൽ ഇങ്ങനെ പറഞ്ഞു കേൾവിയാണെന്ത്? അത് ഷെയ്ത്താന്റെ പ്രതീകമാണ്. ആ വെച്ചിരിക്കുന്ന കല്ല് അതിലെറിയാണ്, അതൊന്നുമില്ല. പക്ഷെ ഏറ് കണ്ട ഷെയ്ത്താൻ പറയുന്നുണ്ടാവും, ഇങ്ങനെ എറിയല്ല മോനെ, എയർപോർട്ടിൽ ഇറങ്ങുമ്പോ എന്തായാലും നമുക്ക് തന്നെ കയറ്റി പോയിട്ടല്ലേ, ഇവിടെ വരുമ്പോ ഇമ്മാതിരി ഏറ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഫസ്തജബ്തും ലീ. നിങ്ങൾ ഇതിന് ഉത്തരം തന്നു. പക്ഷെ ഫലാ തലൂമൂനി, ഫലാ തലൂമൂനി. നിങ്ങൾ എന്നെ ആക്ഷേപിക്കാൻ നിൽക്കണ്ട. വലൂമു അൻഫുസക്കും. നിങ്ങൾ നിങ്ങളെ തന്നെ ആക്ഷേപിച്ചാൽ മതി. നിങ്ങൾ എന്നെ നിങ്ങളുടെ കുഴി തോണ്ടിയത്. മാ അന ബിമുസ്രിഖിക്കും. എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റൂല. വമാ അൻതും ബിമുസ്രിഖിയ്യ. നിങ്ങൾക്ക് എന്നെയും സഹായിക്കാൻ പറ്റൂല. എനിക്ക് നിങ്ങളെയും പറ്റൂല, നിങ്ങൾക്ക് എന്നെയും പറ്റൂല. ചുരുക്കത്തില് നമ്മൾ രണ്ടാളും പെട്ടു, രണ്ടു കൂട്ടക്കാരും പെട്ടു. അതുകൊണ്ട് 22 22. അതുകൊണ്ട് അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് ബുദ്ധിയല്ല. ഇനി ഒന്നുമില്ലെങ്കിലും ഒന്നും കൂടി പറയാം, ചിലപ്പോ നമ്മൾ ഈ പറയുന്ന ക്ലാസ്സുകളൊന്നും നമുക്ക് തിരിയുന്നുണ്ടാവില്ല. ചില ആൾക്കാർ അങ്ങനെ ഉണ്ടാവും, ഒന്നും മനസ്സിലാവില്ല. മനസ്സിലാവുന്നില്ലെങ്കിലും മൂലക്ക് വന്നിരുന്നേക്കണം. ഇപ്പൊ ഈ കുട്ടികൾക്ക് ഇത് എന്താ തിരിയ, നമ്മൾ പറയുന്ന വിഷയങ്ങൾ നവാഖിദുൽ ഇസ്ലാമൊക്കെ. പക്ഷെ ഇവർക്കുള്ളൊരു ഗുണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ മജ്ലിസ് കഴിയുന്ന സമയത്ത് ഫനാദ മുനാദിൻ, ഒരു വിളിയാളം വിളിച്ചു പറയും, ഖൂമു മഗ്ഫൂറൻ ലക്കും, പാപങ്ങൾ പൊറുക്കപ്പെട്ടവരായി എഴുന്നേറ്റ് പോയിക്കോളൂ. ഖദ് ബുദ്ദിലത് സയ്യിആതികും ഹസനാതൻ, നിങ്ങളുടെ തിന്മകൾ നന്മകളാക്കി മറിക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് അതെങ്കിലും കിട്ടിയാൽ മതി. അവിടെ ഇൽമിന്റെ മജ്ലിസ് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ചിലപ്പോ നമ്മൾ ഒരു 1000 പ്രാവശ്യം കേട്ട വിഷയമായിരിക്കും പറയുന്നുണ്ടാവുക. അല്ലാമ ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര് പറയാണ്, അദ്ദേഹത്തിന്റെ ദർസിന് മുമ്പിൽ ഇങ്ങനെ ഇരിക്കല് വലിയ വലിയ ദക്തൂറുകളും വലിയ വലിയ സ്ഥാപനങ്ങളുടെ മുദീർമാരുമാണ്. സൗദിയയിലെ ഓരോ സ്റ്റേറ്റിലെയും ഖാദിമാരൊക്കെ ചിലപ്പോ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും അദ്ദേഹത്തിന് ദർസ് കേൾക്കാൻ. പക്ഷെ അദ്ദേഹം ദർസ് തുടങ്ങല് തൗഹീദ് പറഞ്ഞിട്ടാണ്, ദർസ് അവസാനിപ്പിക്കല് തൗഹീദ് പറഞ്ഞിട്ടാണ്. ശിഷ്യന്മാര് പറയും, ആദ്യമായി കേൾക്കുന്ന ആൾക്ക് തോന്നിപ്പോവും, ഇത്രയും വലിയ ശൈഖന്മാരെ മുമ്പിൽ ഇരുത്തിയിട്ട് ഇദ്ദേഹം എന്തിനാണ് ഈ നസറി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ തൗഹീദ് ഇന്നതാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നതാണ്, തൗഹീദ് ഇത്ര ഭാഗമുണ്ട്, ഇത് പറയുന്നത് എന്തിനാണ് ചിലപ്പോൾ തോന്നിപ്പോവും. അദ്ദേഹം പറയാണ്, ഷെയ്ഖ് ആലിമാൻ, ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് ആലിമാൻ, അദ്ദേഹത്തിന് അറിയാം ആളുകളുടെ മുന്നിൽ പറയേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് ഇത്ര ഷെയ്ഖായാലും ഖാദി ആയാലും സാധാരണക്കാരനായാലും. അവിടെ 1000 പ്രാവശ്യം കേട്ട വിഷയമാണെങ്കിലും ഒരു മൂലക്ക് ചെന്നിരുന്നു കൊടുക്കണം. ചിലപ്പോ നമ്മൾ വായിച്ച് പറയുന്ന ഇൽമ് നേരത്തെ നമ്മൾ കേട്ട് നമ്മൾ പഠിപ്പിച്ച ഇൽമായിരിക്കും, എന്നാലും ഒരു മൂലക്ക് പോയിരിക്കണം. കാരണം കഴിയുമ്പം മലക്കുകൾ പറയുന്ന ഈ വാക്കുണ്ട്, ഖൂമു മഗ്ഫൂറൻ ലക്കും, പാപങ്ങൾ പൊറുക്കപ്പെട്ടവരായി എഴുന്നേറ്റ് പോകും. അതാണ് മജ്ലിസുൽ ഇൽമിന്റെ ഒരു പ്രത്യേകത. എന്താണ് നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു നല്ല തൗഫീഖ് നസീബാക്കട്ടെ. ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല നവാഖിദുൽ ഇസ്ലാമിലെ 9ാമത്തെ വിഷയം പറയാം. അന്നാഖിദു താസിഅ, 9ാമത്തേത് മൻ ഒരുത്തൻ ഇഅ്തഖദ, അവൻ വിശ്വസിക്കുന്നു, അന്ന ബഅദൻ നാസി, തീർച്ചയായും ജനങ്ങളിൽ ചില ആളുകൾ, ലാ യജിബു അലൈഹി ഇത്തിബാഉഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവർക്ക്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഫോളോ ചെയ്യൽ നിർബന്ധമല്ല, എല്ലാവർക്കും അല്ല, ചില ആളുകൾ. കാരണം അവര് ആ ഒരു പൊസിഷനിൽ എത്തിയവരാണ്. അവിടെ ഇനി അവർക്ക് എന്ത് വേണ്ട, ഇത്തിബാ ഒന്നും വേണ്ട, അവർക്ക് സ്വയം തന്നെ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തി ആയിട്ടുണ്ടെന്ന് വിശ്വസിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ശരീഅത്തിന്റെ നിയമങ്ങളിൽ നിന്ന് അവർക്ക് വിട്ടുനിൽക്കാനുള്ള അനുവാദവും ഉണ്ട് എന്നൊരുത്തം വിശ്വസിച്ചാൽ, ഏതുപോലെ കമാ വസഅൽ ഖദിറ അൽ ഖുറൂജ് മിൻ ശരീഅത്തി മൂസ അലൈഹിസ്സലാം, ഖിദർ നബിക്ക് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരീഅത്തിൽ ഫോളോ ചെയ്യൽ നിർബന്ധമല്ലാത്ത പോലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ ചിലർക്ക് ശരീഅത്തെ മുഹമ്മദിൽ നിന്നും ചില നിയമങ്ങൾ ബാധകമല്ല എന്നൊരുത്തം വിശ്വസിച്ചാൽ ഫഹുവ കാഫിറുൻ, അവൻ കാഫിറാണ്. അതിന്റെ ശറഹ് കേട്ടോളൂ. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് 23 കൊല്ലം കൊണ്ട് പഠിപ്പിച്ച മുഹമ്മദി ശരീഅത്തിന്റെ നിയമങ്ങൾ, ഇതെങ്ങനെ പറയാൻ കാരണം, ഇതിന്റെ വരവോടുകൂടി ബാക്കിയുള്ള ശരീഅത്തുകളെല്ലാം അസ്ഥിരപ്പെട്ടു. ഇനി നമുക്കിനി ഒറിജിനൽ സബൂർ, തൗറാത്ത്, ഇൻജീൽ, സുഹഫ് മൂസ, സുഹഫ് ഇബ്രാഹിം ഇതെല്ലാം കിട്ടി നോക്കുക. ഒറിജിനൽ നസാറാക്കളുടെയോ യഹൂദികളുടെയോ കൈകടത്തലുകൾക്ക് വിധേയമാക്കപ്പെടാത്ത ആ കിതാബ് കിട്ടിയാലും ശരി, അതിനെ ഫോളോ ചെയ്ത് ജീവിക്കാൻ അനുവാദമില്ല. എന്നല്ല, ഇനി എനിക്ക് തൽക്കാലം ഖുർആൻ വേണ്ട, ഇതിനേക്കാൾ മുമ്പ് വന്ന കിതാബിന്റെ കൈമേൽ ഒറിജിനൽ കോപ്പി ഉണ്ട് എന്ന് പറഞ്ഞ് ഖുർആനെ വിട്ടാലും കാഫിറായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ മദീനത്ത് വെച്ച് ഉമർ റളിയല്ലാഹു അൻഹു തൗറാത്തിന്റെ ഒരു കോപ്പി കൊണ്ടുവന്നു. കാരണം മദീനത്ത് തൗറാത്തിന്റെ യഹൂദികളുണ്ട്, തൗറാത്തിന്റെ പണ്ഡിതന്മാരുണ്ട്, അവരുടെ ക്ലാസുകളും നടക്കാറുണ്ട് മദീനയിൽ. ഉമർ റളിയല്ലാഹു അൻഹു ആ ക്ലാസ് ഒന്ന് ശ്രദ്ധിച്ചു. അപ്പൊ നോക്കുമ്പോ അദ്ദേഹം പറയാണ്, ഞാൻ കേൾക്കുമ്പോ ഖുർആൻ നമ്മളോട് പറഞ്ഞ പോലെയുണ്ട് അവര് പറയുന്ന പോലെയുണ്ട് ഖുർആൻ പിന്നെ ഇറങ്ങുന്നത്. എന്താ കാരണം? ഇത് രണ്ടും വന്ന ഒരേ സ്ഥലത്ത് നിന്നാണല്ലോ. അപ്പൊ രണ്ട് ശരീഅത്തിന്റെയും ചില നിയമങ്ങൾ എന്തുണ്ടാവും, ഒരുപോലെ ഉണ്ടാവും. അതാണ് ഈ കേട്ടത് ഉമർ താൻ. അദ്ദേഹം ചെയ്തു, അവരുടെ ഒരു കോപ്പി വാങ്ങി ഇത് വായിക്കാൻ വേണ്ടി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദ്റത്തിൽ വന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഈ കോപ്പി വായിച്ചു തൗറാത്തിന്റെ. സുൽത്താന്റെ മുഖമാകെ മാറി, ദേഷ്യം പിടിച്ചാല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശമാഇൽ പറയുമ്പോൾ പറയാറുണ്ട്, ഇവിടെ ഈ നെറ്റിയുടെ നടുക്കൊരു ഞരമ്പ് പ്രത്യക്ഷപ്പെടും. ദേഷ്യം പിടിച്ചാൽ ചൂടായാല് ഒരു ഞരമ്പിങ്ങനെ പൊന്തി വരും. ഇത് കണ്ടു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഉമറിനെ തട്ടിട്ട് പറഞ്ഞു, ഉമർ നീ റസൂലുള്ളാഹിനെ ശ്രദ്ധിക്കുന്നില്ലേ? അപ്പോഴാ ഉമർ നോക്കുന്നത്. നമുക്ക് ഭയങ്കര ദേഷ്യത്തിലാണ്. ഉടനെ തന്നെ ഉമർ റളിയല്ലാഹു പറഞ്ഞു, റദിതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യ. നബിയെ, എനിക്ക് ആദർശം മാറിപ്പോയിട്ടല്ല, കോപ്പി കിട്ടിയപ്പോ വായിച്ചതേ ഉള്ളൂ. അപ്പോഴാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലൗ കാന മൂസ ഹയ്യൻ മാ വസഅഹു ഇല്ല ഇത്തിബാഇ. തൗറാത്തിന്റെ കോപ്പി എന്നല്ല, ഇനി അത് കിട്ടിയ മൂസ തന്നെ ഒന്നുകൂടെ ജീവിച്ചു ഇങ്ങോട്ട് വന്നാൽ എന്റെ ശരീഅത്ത് ഫോളോ ചെയ്യലല്ലാതെ തൗറാത്തനുസരിച്ച് ജീവിക്കാൻ മൂസക്ക് അനുവാദമില്ല അലൈഹി സ്വലാത്തു വസ്സലാം. കാരണം ഈ ശരീഅത്ത് മുഹമ്മദിയോടെ ബാക്കിയെല്ലാം അസ്ഥിരം. ഇനി ഖിയാമത്ത് നാൾ വരെ ഒരൊറ്റ ശരീഅത്തേ ഉള്ളൂ. അതിന്റെ A to Z ഫോളോ ചെയ്യൽ, മുറുകെ പിടിക്കൽ രണ്ട് രീതിയിലാണ്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ അമർതുകും ബിഹി, ഞാൻ എന്താണോ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞത്, ഫഅതു മിൻഹു മസ്തതഅതും, കഴിവിന്റെ പരമാവധി ചെയ്യാം. കാരണം എല്ലാവർക്കും ചെയ്യാൻ പറഞ്ഞത് എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റണം എന്നില്ല. ശാരീരിക ആരോഗ്യവും അതേപോലെ തന്നെ ഈമാന്റെ ഖുവ്വത്തും ദുഅഫും ഇതെല്ലാം പരിഗണിച്ച് സാഹചര്യം, വീട്, പരിസരം ഇതെല്ലാം നോക്കിയിട്ട് ചിലപ്പം ചെയ്യാനുള്ളത് ചെയ്യാൻ പറ്റുള്ളൂ. മസ്തതഅതും, കഴിയും പോലെ ചെയ്താൽ മതി. നഫ്സിനെ എന്ത് ചെയ്യണ്ട, പീഡിപ്പിക്കണ്ട, പ്രയാസപ്പെടുത്തണ്ട. എന്നാൽ വമാ നഹൈതുകും അൻ, ഞാൻ നിങ്ങളോട് നിരോധിച്ച കാര്യം കഴിയും പോലെ എന്നല്ല, നിങ്ങൾ അതിനെ ഫജ്തനിബൂഹു, വെടിഞ്ഞേക്കണം. കാരണം അതെല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്. അത് ഇയാൾക്ക് ഇതിന് ഒഴിവാക്കാൻ പറ്റും, ഇയാൾക്ക് ഒഴിവാക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. ഇല്ല, ഇജ്തിനാബ് തറക്കയാണ്, ഉപേക്ഷിക്കൽ. പക്ഷെ ഇവിടെ പറഞ്ഞ വാക്ക് ഇജ്തനബയാണ്. ജമ്പ് എന്ന് പറഞ്ഞത് ജമ്പ്, ഭാഗം എന്നർത്ഥം. ഇജ്തനബ എന്ന് പറഞ്ഞാൽ ഒരു ഭാഗമാക്കുക. ഞാൻ നിങ്ങളടുത്ത് നിരോധിച്ചത് ഒരു ഭാഗത്ത് ഉണ്ടാവണം, നിങ്ങൾ മറുഭാഗത്തായിരിക്കണം.
അത്രത്തോളം നിരോധിക്കപ്പെട്ടതിനെ ഒഴിവാക്കണം. ഇങ്ങനെ A to Z എല്ലാവർക്കും ഒരേപോലെ ബാധകമാണ്. അതിൻ്റെ ഇടയിൽ നിന്ന് ഒരാൾക്ക് ആ പ്രശ്നമില്ല, അയാള് ഒരു പൊസിഷനിലെത്തി, CM നബൂറിനെ എത്തിച്ച പോലെ. അവര് ചോദിക്കുന്നു, നിങ്ങൾ എന്താ നിസ്കരിക്കാത്തത് എന്ന്. അപ്പൊ അദ്ദേഹം കൈ ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു, അവർക്കറിയൂല, ഞാൻ ഇപ്പൊ ഹറമെന്ന് നിസ്കരിച്ച് വന്നിട്ടേ ഉള്ളൂ. റഫിള് പറയുന്നുണ്ടില്ല. അത് കേൾക്കാത്ത മുജാഹിദാനുണ്ട്. നമ്മളെ പറ്റിയിട്ട് ഷെയ്ഖ് മുജീദന്മാർ പറഞ്ഞതാണ്, നിസ്കരിക്കൂല. കാരണം അദ്ദേഹത്തിന് എന്തില്ല, നിസ്കാരം പാടുമല്ല. കാരണം അദ്ദേഹത്തിന്റെ എന്തെങ്കിലും പറയാ ദറജ, ഇംഗ്ലീഷിൽ എന്താ പറയാ, പൊസിഷൻ വേറെ ലെവലായി. അദ്ദേഹം ശരീഅത്തിലൂടെ ത്വരീഖത്തിലെത്തി, ത്വരീഖത്തിലൂടെ ഹഖീഖത്തിലെത്തി, ഹഖീഖത്തിലെത്തി കഴിഞ്ഞാൽ പിന്നെ ഞാൻ തന്നെ അള്ളാഹു, നീ തന്നെ അള്ളാഹു, ആ അവസ്ഥയിലുള്ള ആളാണ്. പിന്നെ എന്തില്ല, ഇതൊന്നൊരു ബാധകമല്ല. സൂഫികളുടെ രീതി, തബ്ലീഗ് ജമാഅത്തിനും ആ സൂഫിസം ഉണ്ട്. തബ്ലീഗിന്റെ ഇപ്പൊ പുതിയൊരു ചർച്ച നടക്കുന്നത് കേട്ടു, വാട്സപ്പിലും മറ്റും, കോഴിക്കോട് കേന്ദ്രമാക്കി അള്ളാഹു എല്ലായിടത്തും ഉണ്ട്. അതിന് വാദിക്കാം അവര്. തബ്ലീഗുകാര് പറയാണ് അള്ളാഹു എല്ലായിടത്തും ഉണ്ട്, അശരിയാക്കൾ പറയുന്ന പോലെ, മുഅ്തസിലക്കാര് പറയുന്ന പോലെ. അഹ്ലുസുന്ന വൽ ജമാഅ പറഞ്ഞു അള്ളാഹു എല്ലായിടത്തും ഉണ്ടെന്ന് പറയൽ കുഫ്റാണ്, പറയുന്നവൻ കാഫിറാണ്. അങ്ങനെ പറയുന്നവനെ കാഫിറാണെന്ന് വിശ്വസിക്കാത്തവൻ കാഫിറാണ്. ഡേഞ്ചറാന്ന് നോക്കിയേ. എന്തുകൊണ്ടറിയോ? ഇപ്പൊ അള്ളാഹു ഇതിലുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തുള്ള ഇതിലായല്ലോ, ഇത് പൊട്ടി തകർന്ന് തരിപ്പണാക്കി കത്തിച്ചു. അപ്പൊ ഇതിൽ കൂടെ ആരും കത്തി? മഅദല്ലാഹ് സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ. അതാ പ്രശ്നം. തീട്ടത്തിലോ, മൂത്രത്തിലോ, രക്തത്തിലോ, ജലത്തിലോ, എല്ലായിടത്തിലും എല്ലായിടത്തും വേണ്ടേ. അതേ സമയത്ത് സലഫികൾ പറഞ്ഞു അല്ലാഹു അർശിലാണ്, അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ. അപ്പൊ ആൾക്കാരെ ചോദിക്കും തെളിവെന്താണ്? നമുക്ക് എന്താ തെളിവ് പറയാനുള്ളത്? ഖാല അല്ലാഹ് വഖാല റസൂലുള്ളാഹ്. എന്ത്, എങ്ങനെ, അതൊന്നും നമുക്കറിയില്ല. അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അമിൻതും മൻ ഫിസ് സമാ. എന്താ അർത്ഥം? ആകാശത്തിലുള്ളവനെ പറ്റി നിങ്ങൾ നിർഭയനാവുകയാണോ? അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ. അർശ് എവിടെയാ? 7 ആകാശത്തിന്റെയും മുകളിൽ, അതിന്റെ അപ്പുറത്താണ് അള്ളാഹു. ഇസ്തവ അലൽ അർശ്, അർശിന്റെ മുകളിൽ ഉയർന്നിരിക്കുന്നു. എങ്ങനെ? അള്ളാഹു അലം. ഇമാം മാലിക് റഹ്മഹുല്ലാഹു തആല ഈ ആയത്ത് ഓതിയിട്ട് ദർസ് എടുത്തപ്പോൾ ബാക്കിൽ ഒരാൾ ചോദിച്ചു, കൈഫ്, അള്ളാഹു അർശിന്റെ മുകളിലെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അദ്ദേഹം ഇങ്ങനെ നേരെ തലമുക്കി, അഖ്രിജൂഹു മിനൽ മസ്ജിദ്. ആദ്യം പറഞ്ഞ ഓനെ പള്ളിയിൽ നിന്ന് പുറത്താക്ക്, അവൻ മുഫ്തിനാണ്, നമ്മളെ കൂടെ ശരിയാവില്ല, പള്ളിയിൽ നിന്ന് പുറത്താക്ക്. അദ്ദേഹം പറഞ്ഞു അൽ ഇസ്തിവാഉ മഅറൂഫ്, ഉയർന്നിരിക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ ദിഹിന് കിട്ടി എന്തായിരിക്കും, ഏറ്റവും മുകളിൽ ആയവനാണ്. വകൈഫിയതുഹു മജ്ഹൂൽ, അതിന്റെ രൂപം മജ്ഹൂലാണ്. കാരണം നമ്മൾ ആരും അള്ളാഹിനെ കണ്ടിട്ടില്ല, അള്ളാഹിന്റെ ദാത്ത് എങ്ങനെ നമുക്ക് അറിയില്ല. അറിയാത്തൊരു ദാത്തിനെ പറ്റി ഇങ്ങനെ ആയിരിക്കും അർശിന്റെ മുകളിൽ ഉണ്ടാവാന്ന് പറയാൻ നമുക്കൊണ്ട് സാധിക്കൂല. അള്ളാഹിനെ പറ്റി അങ്ങനെ പറയാനും പറ്റൂല. അതുകൊണ്ട് കൈഫിയതുഹു മജ്ഹൂൽ, രൂപം അറിയില്ല. വൽ ഈമാനു ബിഹി വാജിബ്, ഇനി അറിയാത്തതിനെ കൊണ്ട് അങ്ങനെ വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? അള്ളാഹു അങ്ങനെ പറഞ്ഞിരിക്കുന്നു, അവൻ അർശിന്റെ മുകളിലാണ്. അതുകൊണ്ട് വിശ്വസിക്കൽ വാജിബായി, നിർബന്ധമായി. വസ്സുആലു അൻഹു ബിദ്അ, അതെങ്ങനെയെന്ന് ചോദിക്കലോ അത് ബിദ്അത്താണ്. കാരണം ഈ ആയത്തിറങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്ക് ഓതിക്കൊടുത്തു. അവരാരും അല്ലാഹുവിന്റെ റസൂലിനോട് എന്ത് ചോദിച്ചില്ല? അർശിന്റെ മുകളിൽ അള്ളാഹു ഇരിക്കാതെ വന്നാൽ എങ്ങനെയാണെന്ന് ചോദിച്ചില്ല. താബിഈങ്ങളും ചോദിച്ചില്ല, താബിഈങ്ങളും ചോദിച്ചില്ല. അതിന് ശേഷം വിഘടിച്ചു വന്നവർ എന്ത് ചെയ്തു? ചോദിക്കാൻ തുടങ്ങി. അവിടെ ആ ചോദ്യം തന്നെ ബിദ്അത്താണ്. അള്ളാഹു മുകളിലാണ്. ഇർഹമു മൻ ഫിൽ അർദി യർഹമുക്കും മൻ ഫിസ് സമാ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പറഞ്ഞു, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കും, ആകാശത്തിലുള്ളവൻ നിങ്ങളോടും കരുണ കാണിക്കും. ഖലാസ്. അഹ്ലുസുന്ന വൽ ജമാഅ അവിടെ നിൽക്കും. അതിന് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടും. അതിനെ വ്യാഖ്യാനിക്കാനോ ഇനി അതിന്റെ ഉള്ളിലെ പൊരുൾ തേടി പോവാനോ, ഇതാണ് നമ്മുടെ തെളിവ്. എല്ലാവർക്കും വ്യക്തമായി ഖുർആനാണ്, ഹദീസാണ്. ഖലാസ്. തബ്ലീഗാണ് തെളിവ് എന്താ അറിയോ? അഷ്റഫ് അലി ഥാനവി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആണെന്നൊക്കെ അറിയോ? അത് തബ്ലീഗാണ്, ഒരു മഹാനാണ്, ഒരു സൂഫി പണ്ഡിതനാണ്.
ഥാനാഭവൻ എന്ന് പറയുന്ന, ഞാൻ പണ്ട് തബ്ലീഗിലുള്ളപ്പോൾ അവിടെയൊക്കെ ഭയങ്കര പുണ്യമാക്കപ്പെട്ട രീതിയിൽ സന്ദർശിക്കാൻ പോയിട്ടുണ്ട്. അപ്പൊ എന്റെ കൂടെ നാസർ ഭായി ചങ്ങായി, അവൻ പറയും ഖബറിലെടുത്ത് പോകുമ്പോ സുക്കൂൻ മനസ്സിലാകും. ഉറുദു അറിയില്ല, കോഴിക്കോട് നടക്കില്ലല്ലേ, മടിക്കേരിക്കാർക്ക് ഉറുദു അറിയുന്നുണ്ട്. ഞാൻ പറയും, നിങ്ങൾ കച്ചവട കമ്മീഷൻ എവിടെയായിട്ടാണ്? കോഴിക്കോട്. അറബിയായിരിക്കും. അറബിയിൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ. നമ്മളെ കാസർഗോഡ് ഇങ്ങോട്ട് ബോംബെയാണ്, ബോംബെ കണക്ഷനാണ്. അവിടെ എല്ലാവർക്കും ഹിന്ദിയും ഉറുദുവും മനസ്സിലാവും. അപ്പൊ ഇയാൾ പറയാൻ വെച്ചാൽ നമുക്ക് ഈ കബറിനടുത്ത് വന്ന് ഇരിക്കുമ്പോ ഭയങ്കര ഒരു സമാധാനം കിട്ടും. ആ സമാധാനമാണ് ശിർക്കൻ സമാധാനം. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അവിടെ കിട്ടുന്നുണ്ട്. ഇത് കബറിനടുത്ത് കിട്ടുമെങ്കിൽ അതാണ് ശിർക്ക് എന്ന് പറഞ്ഞത്. പണ്ട് നമ്മൾ ജാഹിലിയ്യത്തിലുള്ളപ്പോ, തബ്ലീഗിലൂടെയുള്ളപ്പോ പോയതാ തനാഭവൻ. അഷ്റഫ് അലി ഥാനവി പക്ക കട്ടർ ഹനഫിയും കട്ടർ സൂഫിയും അശ്അരി മദ്ഹബുകാരനുമാണ്. മൂപ്പര് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു എല്ലാം അടുത്തുണ്ട്. ഒരു തെളിവ് ആ ഡൽഹി, യു പിയില്, ഉത്തർപ്രദേശില്. തബ്ലീഗുകാരുടെ കണക്ഷൻ അങ്ങോട്ടാണല്ലോ. ജമാഅത്ത് പോയില്ല. ഇതല്ല. പിന്നെ രണ്ടാമത്തെ തെളിവാരെന്നറിയോ? റഷീദ് അഹമ്മദ് ഗംഗോഹി. ഗംഗോഹി പണ്ട് പേരോട് കുളക്കോഴി വിളിച്ച് കളിയാക്കിയ മനുഷ്യനാണ്. അത് കുറച്ച് ഓവറായി പോയി. പണ്ഡിതനാണ്, പക്ഷെ എന്ത് ചെയ്യാം, അഖീദമായി പോയി. അതേപോലെ അടുത്ത തെളിവാര പാകിസ്ഥാന്റെ മുഫ്തി തഖി ഉസ്മാനി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഇസ്ലാമിക പ്രസ്ഥാനം തെളിവ് പറയുന്നുണ്ട്. ഒരു 50 കൊല്ലം മുമ്പ് ഈ ഉത്തർപ്രദേശിലെ ഒരു സൂഫിയായി ജീവിച്ച ആളെയാണോ ഇസ്ലാമിന്റെ അഖീദക്ക് തെളിവ് പറയുന്നത്? അവരൊക്കെ അള്ളാഹു എന്റെ അടുത്തുണ്ട് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു എന്റെ അടുത്തുണ്ട് തെളിവ് പറയുന്നത് അഖീദക്ക് ഖാല അല്ലാഹ്. അതുകൊണ്ടാണ് അഹ്ലുസുന്ന വൽ ജമാഅയുടെ ഉസൂല്, അതായത് നമ്മൾ മുറുകെ പിടിക്കേണ്ടവരാണ്. അഖീദാപരമായ വിഷയങ്ങളിൽ അവർ സ്വീകരിക്കുന്നത് രണ്ട് കാര്യം മാത്രമാണ്. ഖാല അല്ലാഹ് വഖാല റസൂലുള്ളാഹ്. വിശ്വാസപരമായ കാര്യങ്ങളിൽ അള്ളാഹു പറഞ്ഞത്, അള്ളാഹുന്റെ റസൂല് പറഞ്ഞത് ഒന്നുമില്ല. അഖീദ, വിശ്വാസപരമായ കാര്യം ഖുർആനെന്നും ഹദീസെന്നും മാത്രമേ സ്വീകരിക്കാവൂ. അത് തന്നെ ആ ഖുർആൻ ആയത്തും ഹദീസും എങ്ങനെ സ്വീകരിക്കണം? അലാ ഫഹ്മി സ്വഹാബ. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഞാൻ തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞ ഏക വിഭാഗം സഹാബാക്കളാണ്. വേറെ ഒരാൾക്കും ആ സർട്ടിഫിക്കറ്റ് ഇല്ല. അവരെങ്ങനെയാണോ ആയത്തും ഹദീസും മനസ്സിലാക്കിയത് അങ്ങനെ മനസ്സിലാക്കുക. പിന്നെ ആർക്കും തർക്കമില്ല, പിന്നെ ആർക്കും ചർച്ചയില്ല. പക്ഷെ അതിൻ്റെ ഇടയിൽ പിന്നീട് വന്ന അശരീകളൊക്കെ എന്ത് ചെയ്തു വെച്ചാല്, അവർ ഖുർആനും ഹദീസും സ്വീകരിക്കും, പക്ഷെ അതിനെ സ്വീകരിക്കുന്നത് അക്കല് വെച്ചുകൊണ്ടാണ്. അവരുടേതായ വ്യാഖ്യാനങ്ങളും ബുദ്ധിപരമായ കണ്ടെത്തലുകളും ഇത് രണ്ടും വെച്ച് നടത്തിയപ്പോൾ പഴിച്ചുപോയി. അഹ്ലുസുന്ന വൽ ജമാഅ പിഴക്കാത്തത് അവർ അവരുടെ അഖലിനെ കൊടുക്കൂല എന്നുള്ളത് കൊണ്ടാണ്. അവരെന്ത് ചെയ്തു? സഹാബത്ത് എങ്ങനെ ഇതിനെ മനസ്സിലാക്കി, നമ്മൾ അങ്ങനെ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നമ്മൾ വെറും ജാറം ദർഗ പാടില്ല, ജാറം പാടില്ല, അത് പോരാ. അത് മാത്രമല്ല അഖീദ, ചെറിയ ചില വിഷയങ്ങൾ ഉണ്ടാവും. അതില് ദീനുൽ ഇസ്ലാമിന് ഒരു നിലപാടുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് പോയിക്കൂടാ, അതറിയന്നെ വേണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന തബ്ലീഗിനും ഉണ്ട് എന്ത്? ഈ സൂഫിസം, വ്യക്തിപൂജകൾ. അതില്ലാന്നൊക്കെ അവര് പറയുമെങ്കിൽ നമ്മളൊക്കെ നേർക്ക് നേരെ അനുഭവിച്ചതിനും കണ്ടോരുവാണ്. മൗലാന സഅദ് സാഹിബും അറിയില്ല, ഷാഹിദ് മൗലാന അറിയില്ലേ, നിജാമുദ്ദീന്റെ ഇപ്പോഴത്തെ അമീർ. അതിന് മുമ്പുണ്ടായിരുന്ന മൗലാന ജുബൈർ സാഹിബ്, ജുബൈർ മൗലാന, വല്ല പൊള്ളത്തടിയിൽ നടക്കാൻ കഴിയാത്ത മനുഷ്യൻ. ആ അപ്പൊ ചാൻസ് ഇല്ല, കേട്ടിട്ടുള്ളതാ, നമ്മളൊക്കെ ചെറുപ്പത്തിലുള്ളതാണ്. പിന്നെ അവർ രണ്ടുപേരും ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ട് നിസാമുദ്ദീൻ മർക്കസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ഞാൻ എന്റെ രണ്ട് കണ്ണുകൊണ്ട് കണ്ട കഥയാ പറയുന്നത്. അപ്പൊ ആളുകള് രണ്ട് സൈഡിൽ നിൽക്കുന്ന ആളുകൾ അവരെ തൊട്ടിട്ട് മുത്താണ്. അത് സൂഫികളുടെ ഒരു രീതി. അത് അതായത് അവരുടെ ഷെയ്ഖിനെ അവരങ്ങനെയാ കാണുന്നത്. അയാൾ ബർക്കത്താക്കപ്പെട്ട മനുഷ്യനാണ്. സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടതുപോലെ. പക്ഷെ അത് ഹഖാണ്, ഇത് ബാത്തിലാണ്. അപ്പൊ സൂഫികളാണ് എന്ത് പറയുക? ഇത് പറയുക. അവര് ഹഖീഖത്തിന്റെ ലെവല് പ്രാപിച്ചവരാണ്. ജനതി മഖ്ദൂബിന്റെ അദ്കിയ എന്ന് പറയുന്നൊരു കിതാബില്ല, പണ്ട് പള്ളി ദർസിലൊക്കെ ഓതിയ അദ്കിയ. അദ്ദേഹം പറയുന്നുണ്ട്, ആദ്യം നീ എന്ത് ചെയ്യണം? ശരീഅത്തിൽ കയറണം. ആ ശരീഅത്തിൽ നിന്ന് തരീഖത്തിലെത്തണം. ഇപ്പോഴത്തെ കുറെ കുരുവട്ടൂരിയൻ തരീഖത്തെല്ലാം കേട്ടില്ലേ? കുരുവട്ടൂരിയൻ തരീഖത്തൊക്കെ ഇതിന് ബാധകമാണ് കേട്ടോ.
അവര് പോയി 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 അവസാനം ഇനി മടവൂര് തന്നെയാണ് അള്ളാഹു എന്ന് പറയുന്ന സ്ഥലത്താവും. കൂടിയ ടീമുകൾക്ക് ഇനി നിസ്കാരം എന്നെല്ലാം പറഞ്ഞാലും പാട്ടല്ലായിരിക്കും, സംഗീതം, നൃത്തം, ഡാൻസ്. ഏത് മലയാളിയാ? എന്താ പേര്? ജാബിർ സുലീം. അത് കാണിക്കാറില്ല, തലക്കിട്ടിട്ട്. അതായത് നിസ്കാരത്തിന് പകരം ആത്മീയതയിലേക്ക് നയിക്കുന്ന മ്യൂസിക്. അതായത് പിന്നെ ഇവരുണ്ടല്ലോ, ജലാലുദ്ദീൻ റൂമി, അങ്ങനത്തെ കുറച്ച് ടീമുണ്ടല്ലോ, തുർക്കി കേന്ദ്രമാക്കിയിട്ടുള്ള സൂഫികൾ. അവരുടെ ആ പാട്ടും ആ ഡാൻസും അതൊക്കെയാണ് ഇനി ആത്മീയത, ആൾക്കാരെ നിർവൃതിയിലാക്കാനുള്ള വഴി. പക്ഷെ അത് ശരിക്കും ആ ഒരു ഭാഗത്തേക്ക് എത്തി. കണ്ടില്ലേ, ഫാത്തിഹ പോലും മുതൽ അറിയാത്ത ഷെയ്ഖ് ഹാർമോണിയം വായിച്ചിട്ട് നിങ്ങൾ കോഴിക്കോട് എന്ന് പറഞ്ഞ കല്ലായി എന്നൊക്കെ പറഞ്ഞ ഹാർമോണിയം പഠിച്ചത്. ബാബുരാജ് എവിടെയാ? കോഴിക്കോടല്ലേ? ആ ബാബുരാജിന്റെ സെറ്റിൽ പോയിട്ടാണ് ഞാൻ ഹാർമോണിയം വായിക്കാൻ പഠിച്ചത്. 10-12 സിനിമകൾക്ക് വേണ്ടി ഞാൻ സംഗീതം കൊടുത്തിട്ടുണ്ടെന്നാ പറഞ്ഞ മൂപ്പർ. ഷെയ്ഖ് തിരുവട്ടൂരിന്റെ ഷെയ്ഖ് ഫാത്തിഹ ഓതാൻ അറിയില്ല, പക്ഷെ മൂപ്പരടുത്ത് നൗഷാദ് ഹസനി എന്ന് പറയുന്ന താടിക്കാരൻ അടക്കം വന്നിരുന്നിട്ട് ഡാൻസ് കളിക്കുന്നു, പാട്ട് പാടുന്നു, പാട്ട് കേൾക്കുന്നു, ആസ്വദിക്കുന്നു. അതാ ഈ പറഞ്ഞ സംഗതി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീഅത്തിലുള്ള നിയമങ്ങൾ ഇനി ആ ടീമുകൾക്ക് എന്തല്ല ബാധകമല്ല, അവർ വേറൊരു ലെവലിലെത്തി എന്നൊരുത്തൻ വിശ്വസിച്ചാൽ, അപ്പൊ അങ്ങനെ എത്തിയോന്ന കഥ എന്തായിരിക്കും? ഇവൻ എത്തിയത് വിശ്വസിക്കുന്നതിനെ പറ്റിയായി പറയുന്നത്. അങ്ങനെ എത്തിയവൻ നേരത്തെ ഔട്ടായി. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കാരണം വദ്ദലീൽ ഖൗലുഹു തആല വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഊ. ഇതാണ് എന്റെ സിറാത്തുൽ മുസ്തഖീം, ഫത്തബിഊ, അതിനെ നിങ്ങൾ ഫോളോ ചെയ്യുക. അതിനൊന്നും കളയാൻ പറ്റൂല, അതിനാരും പുറത്തുമല്ല. വലാ തത്തബിഉ സുബുൽ, മറ്റു വഴികളെ നിങ്ങൾ ഫോളോ ചെയ്യരുത്. ചെയ്താൽ ഫതഫറഖ ബികും അൻ സബീലി, അത് നിങ്ങളെ ഈ വഴിയിൽ നിന്നും പുറത്താക്കും. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കും അവർ കളവാക്കുക. അങ്ങനെ ഒരാൾക്ക് ഇത് ബാധകമല്ല എന്ന് പറഞ്ഞാൽ ഏത് വാക്ക്? കാന നബിയ്യു യുബഅതു ഇലാ ഖൗമിഹി ഖാസ്സ, ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഒരു പ്രവാചകൻ മുൻകാലഘട്ടങ്ങളിൽ ഒരു ജനതയിലേക്ക് ഖാസ്സായിട്ടാണ് നിയോഗിക്കപ്പെടുക. എന്നാൽ വബുഇസ്തു ഇലന്നാസി ആമ്മ, ഞാൻ നിയോഗിക്കപ്പെട്ടത് മാലോകർക്ക് മുഴുവനും വേണ്ടിയിട്ടാണ്. നമ്മുടെ ഖിയാമത്ത് നാൾ വരെയുള്ള ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഫോളോ ചെയ്തേ പറ്റൂ മരിക്കുന്നത് വരെ. അതിനാരെങ്കിലും പുറത്താന്ന് വിശ്വസിച്ചാൽ അവന്റെ ഹദീസ് കളവാക്കി, നേരത്തെ പറഞ്ഞ ആയത്ത് കളവാക്കി. വഖ്തഖദീബി ഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറ്റൊരു ഹദീസും കൂടി അവൻ കളവാക്കേണ്ടി വരും. ഏത്? ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ഖസമാണ്, സത്യം ചെയ്ത് പറയുമ്പോൾ പറയാൻ പോകുന്ന കാര്യം ഗൗരവപ്പെട്ടതാണെന്ന് അർത്ഥം. ലാ യസ്മഉ ബി അഹദുൻ മിൻ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൽപ്പെട്ട ഒരാളും എന്നെ കുറിച്ച് കേൾക്കുന്നില്ല. യഹൂദിയുൻ വലാ നസ്റാനിയുൻ, യഹൂദിയാവട്ടെ നസ്റാനിയാവട്ടെ, അവർ രണ്ടും എടുത്തു പറയാനുള്ള കാരണം അവർക്ക് 2 കിതാബുണ്ട്. അതുകൊണ്ട് അവര് തന്നെയാവട്ടെ എന്നെ പറ്റി കേട്ടു. സുമ്മ യമൂതു, പിന്നെ അവൻ മരിച്ചു. പക്ഷെ വലം യുമിൻ ബില്ലദീ ഉർസിൽതു ബി, ഞാൻ ഏതൊന്നുകൊണ്ടാണോ അയക്കപ്പെട്ടത് അതിലവർ വിശ്വസിക്കുകയും ചെയ്തില്ലെങ്കിൽ ഇല്ലാ കാന മിൻ അസ്ഹാബിൻ നാർ, അവൻ നരകത്തിന്റെ അവകാശിയായിട്ടല്ലാതെ മരിച്ചു പോവില്ല. അപ്പം ഇനി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് മാത്രമേ ഉള്ളൂ ഒരു മനുഷ്യന്റെ മുന്നിൽ രക്ഷപ്പെടാനുള്ള മാർഗം. തൗറാത്തുല്ല, ഇൻജീലുല്ല, ഒന്നുമില്ല. ഫമൻ ഇഅ്തഖദ, അതുകൊണ്ട് ഒരുത്തൻ വിശ്വസിച്ചാൽ അന്നഹു യസഉഹു അൽ ഖുറൂജു അൻ ശരീഅത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുവന്ന ശരീഅത്തിൽ നിന്ന് പുറത്തു പോകാൻ അവൻ അവകാശമുണ്ടെന്ന് വിശ്വസിച്ചാൽ, മസലൻ ഉദാഹരണത്തിന്, കഅൻ യഅ്തഖിദ അൻ തസ്ഖുത അൻഹു ബഅദു തകാലീഫ്, ഇസ്ലാമിന്റെ ചില നിയമങ്ങൾ അവനെ സംബന്ധിച്ചിടത്തോളം അവന് ഇനി ബാധകമല്ല എന്നവൻ വിശ്വസിച്ചു. ഇനിയിപ്പോ ഞാൻ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, കാരണം എന്തായി, ഞാൻ ആ മഖാമിലെത്തി. ഔ അല്ലെങ്കിൽ അന്നഹു ലാ യജിബു അലൈഹി അൻ യഅ്തമറ ബിബഅദ് അൽ അവാമിർ, ചില കൽപ്പനകളെ അനുസരിക്കൽ എനിക്ക് നിർബന്ധമല്ല, അത് ഞാനല്ല അനുസരിക്കുന്നത്, മറ്റുള്ളവർക്ക് ബാധകപ്പെട്ടതാണ് എന്ന് വിശ്വസിച്ചു. ഔ യൻതഹിയ അൻ ബഅദി നവാഹി, അല്ലെങ്കിൽ നിരോധിക്കപ്പെട്ട ചില കാര്യങ്ങളെ നമുക്ക് ബാധകമല്ല, അത് ഇന്ന ആൾക്കേ നിരോധനമുള്ളൂ,
നമ്മളെപ്പോലെ ഈ മക്കാമിലെത്തിയവർക്ക് ആ നിരോധനം ബാധകമല്ല എന്ന് വിശ്വസിച്ചാൽ കഞ്ചാവ് അടിക്കുന്ന പോലെ ആര് ശേഖന്മാർ കണ്ടില്ലേ, 4 വിരലും 4 വെച്ചിട്ടാണ് വലിച്ചിട്ട് വിടുന്നത്. കൂടെയുള്ള മുരീദന്മാര് അത് കേൾക്കുമ്പോ പറയാണ് കുലു തക്ബീർ അല്ലാഹു അക്ബർ. കാരണം 4 ഒരുമിച്ച് അടിക്കണമെങ്കിൽ അമ്മാതിരി പവർ അയാളുടെ മനസ്സിലുണ്ടാവും. ശൈത്താൻ അങ്ങനെ പവർ കൊടുത്തിട്ടുണ്ടാവും. നന്നായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും. പിന്നെ എന്താ ഖുർആൻ പറഞ്ഞ ചെയ്യുന്നുണ്ടാവും. നീ ഭയങ്കര ഉഷാറാ മോനെ, നിന്റെ ഖുവ്വത്ത് ഭയങ്കര ഈമാന്റെ ഖുവ്വത്താണ്, 4 കഞ്ചാവ് ഒരുമിച്ച് അടിച്ചാൽ നിനക്ക് പൂസൊന്നും ആവൂല, ഒക്കെ മുരീദന്മാര് കാണട്ടെ. ശൈത്താൻ പറയുന്നുണ്ടാവും. ഒരു ഊതുന്ന് ഇത്രയുണ്ട് നമ്മൾ കാണുന്നുണ്ടല്ലേ. ഡൽഹിയില് നിസാമുദ്ദീൻ ഔലിയാന്റെ ദർഗയില്ലേ, തബ്ലീഗിന്റെ മർക്കസിന്റെ തൊട്ടപ്പുറത്താണ്. എന്നാലും തബ്ലീഗുകാർ അങ്ങോട്ട് പോകുന്നതാണ് വിളിച്ചിട്ട് പോലെന്ന് പറയില്ല. സലഫിയും തബ്ലീഗും തമ്മിലുള്ള വ്യത്യാസം എന്താ അറിയോ? ഷിർക്കൊരു സലഫിക്ക് സ്നേഹിക്കാൻ കഴിയില്ല. നമ്മൾ എന്തിനാ പിരിഞ്ഞിപ്പോ? പിരിഞ്ഞല്ല, നമ്മൾ പുറത്താക്കി എന്തിനാ ഇഷ്ടക്കാരൻ? ഷിർക്ക് സ്നേഹിക്കാൻ കഴിയില്ല. ബാക്കി എന്തുണ്ടാവും? ഒരതിശയമുണ്ടാവും. ഷിർക്കെന്ന് മാത്രമല്ല, വസീലത്തുന്നില ഷിർക്ക്, ഷിർക്കിലേക്ക് ഇനി പോട്ടെ, ഷിർക്കല്ലെങ്കിൽ തന്നെ വസീലത്തുന്നില ഷിർക്കാണെങ്കിലും താങ്ങാൻ പറ്റുമോ? അത് ചെയ്യാൻ പറ്റുമോ? അത് പറയാൻ പറ്റുമോ? അതുവരെ ഒരു സലഫിക്ക് താങ്ങാൻ കഴിയില്ല. നിസാമുദ്ദീൻ മർക്കസ് ഇന്ന് നിലനിൽക്കുന്ന തബ്ലീഗിന്റെ മർക്കസ് ഒരു സലഫി സെന്റർ ആയിരുന്നുവെങ്കിൽ ആ റോഡിൽ എത്ര തൗഹീദിന്റെ പുസ്തകങ്ങൾ ലീഫ്ലെറ്റ് ഉണ്ടാവും എന്നറിയോ? കിയോസ്കുകൾ എത്ര ഉണ്ടാവും എന്നറിയോ? എത്ര ആളുകൾ അവിടെ നിന്ന് പോകുന്ന ആൾക്കാരെ പിടിച്ച് പോലമായി നരകത്തിലൊക്കെ എത്ര പറയുന്നറിയോ? തബ്ലീഗ് പറയില്ല. എന്തേ പറയുള്ളൂ? ഭായ് സാബ് हिकमत के साथ दावत करो, आने दो, नमाज पढ़ेंगे, हमारे साथ बैठेंगे, खाना खाएंगे, खाना खाएंगे, बाद में हम बताएंगे. आज നമ്മൾ ആളാക്കിയിട്ട് എല്ലാത്തിൽ നമ്മൾ ആളായി കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പറയാം. നമ്മൾ ആളായി കഴിഞ്ഞിട്ട് പറയുന്നതിന് പോയാൽ തിരിച്ചാലോ? അയാളെ കഥ കഴിഞ്ഞില്ലേ? അയാളെ നരകത്തിലേക്കല്ലേ പോകുന്നത്. فليكن أول ما تدعوهم إليه. അതാണ് റസൂലുള്ളാഹിയുടെ നിർദ്ദേശം. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു യമനിലേക്ക് പോവാൻ. അപ്പൊ പറഞ്ഞു കൊടുക്കാണ്, മുആദ് അല്ലെങ്കിൽ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, നീ പോയാൽ അഹ്ലി കിതാബിൽപ്പെട്ട ആളുകൾ അവിടെ കാണും. നീ ആദ്യം അവരോട് പറയണം അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, തൗഹീദ്. അതവർ ചെയ്താൽ പിന്നെ പറയണം ഇന്നല്ലാഹ ഖദ് ഇഫ്തറദ അലൈക്കും 5 സലവാത്ത്, അള്ളാഹു നിങ്ങൾക്ക് 5 നേരത്തെ നിസ്കാരം നിർബന്ധമാക്കിയിട്ടുണ്ട്. തബ്ലീഗുകാര് നേരെ ഉള്ള റസൂലുള്ളാഹി പറഞ്ഞാൽ അതിന്റെ ഇപ്പുറത്തെ അവർ ചെയ്യും. കാരണം അവരുടെ ഉസൂല് നിസാമുദ്ദീൻ മർക്കസാണ്, ഖുർആനും ഹദീസും അല്ല. നമുക്ക് മനസ്സിലായോ? അവരുടെ മനഹജ് സലഫിന്റെ മനഹജ് അല്ല, ദൈവന്തി മനഹജും തബ്ലീഗി മനഹജും ആണ്. അതുകൊണ്ട് വേഷഭൂഷാദികളൊന്നും നീ പോണ്ട, വീണു പോണ്ട. ഇതാണ് തന്നെയാ ഉപ്പാക്ക് തോന്നല്ലേ, ഉമ്മാക്കറാഹത്തല്ലേ, അതൊന്നും കേട്ടിട്ട് എന്തായി പോണ്ട, വീണു പോണ്ട. ഉണ്ട്, കോഴിക്കോട് പല മുജാഹിദീങ്ങൾ ജമാഅത്തിൽ പോകുന്നുണ്ട്. നമ്മളെ വണ്ടിയിൽ ഇല്ലായിട്ടാ, ഇൽമില്ലാത്തോണ്ട് ക്ലാസ് പങ്കെടുക്കൂല, കേൾക്കേണ്ടത് കേൾക്കൂല, പുറമെ കാണുമ്പോ. പിന്നെ അതിന്റെ അപ്പുറത്ത് വേറെ കാര്യം കൊണ്ടിട്ടാ, നമ്മളും കുറച്ച് സ്വഭാവം ശരിയാക്കണം. അപ്പൊ ഇത് കാണുമ്പോ തോന്നും ഇതിനേക്കാൾ നല്ല അതന്നെ ഇപ്പൊ, ഇത് നമ്മളാ കാരണക്കാർ. അപ്പോ പുറമൂച്ച് കണ്ടിട്ട് വീണുപോകരുത്. മുൻഗാമികൾ അഥവാ സഹാബാക്കൾ, പിന്നെ താബിഈകൾ, താബിഈകൾ, അത് കട്ടിയായിരിക്കണം. എന്തിനും ഏതിനും അള്ളാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. അപ്പൊ ആരെങ്കിലും ഇങ്ങനെ വിശ്വസിച്ചാൽ ഫഹാദാ കുഫ്റുൻ വരിദ്ദ, ഇത് കുഫറാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന സംഗതിയാണ്. ഇതുപോലെ وبهذا نعرف خطأ ما يقع فيه أرباب الصوفية. ചില സൂഫികളുടെ റബ്ബുകൾ, ഉലമാക്കൾ ഉപയോഗിച്ച വാക്ക് കണ്ടോ? സൂഫികളുടെ റബ്ബുകൾ. കാരണം തരീഖത്തിന്റെ മുരീദന്മാർക്ക് അവരുടെ ശൈഖ് റബ്ബാണ്. എന്തെങ്കിലും പ്രയാസം വന്നാൽ അവർ ഓടിച്ചെല്ലുക തരീഖത്തിന്റെ കേന്ദ്രത്തിലേക്കാണ്, അവരുടെ ശൈഖിനെ കാണാൻ. ശൈഖിനോട് ഒരു വർത്താനം പറയുമ്പോൾ ശൈഖിന് തലയിൽ വെച്ചിട്ട് വന്നിട്ടില്ലേ, ഒരു പുറകുന്നാക്കിയ മുരീദിന് എന്തായി? റാഹത്തായി. ഷിയാക്കളുടെ പരിപാടിയാണ്. ഷിയാ മുരീദുമാർ അവരുടെ ശൈഖിനെ പ്രീതിപ്പെടുത്തുന്ന ഏറ്റവും ഉന്നതമായ ഒരു അമൽ എന്താ അറിയോ? അവരുടെ വിശ്വാസത്തിലെ ഉന്നതമായ അമൽ ഷെയ്ഖ് അബ്ദുൾ റസാഖ് അൽ ബദർ ഹഫിദഹുല്ലാഹ്, ഇപ്പൊ മദീനത്തെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഹദീസ് പണ്ഡിതൻ അബ്ദുൽ മഹ്സൻ അൽ അബ്ബാദിന്റെ മകൻ, അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ദർസിൽ പറയാ, അർബഈൻ നബവിയുടെ ശറഹിൽ പറയാ, ഷിയാക്കൾ
റാഫിദുകൾക്ക് അവരുടെ ശൈഖന്മാര് റബ്ബാണ്. വെറുതെ നമ്മളെ സമസ്തക്കാര് പിന്നെ മടവൂരിന്റെ മുതബറാക്കുന്ന വെറുതെ അല്ല, ഷിയായിസത്തിന്റെ കടന്നുകയറ്റാണ്. ഷിയാക്കൾ അങ്ങനെ വിശ്വസിക്കുന്നത്. അവരുടെ ഷെയ്ഖ് അഥവാ ഈ അയത്തുള്ള ഖുമൈനില്ലേ, മരിച്ചു എന്ന് പറയണ്ട, ചത്തുപോയി, അതാണ് ഏറ്റവും നല്ലത്. ആ ചങ്ങായി ഒരു വീട്ടിൽ അതിഥിയായി ചെന്നാൽ ആ അതിഥിയെ വീട്ടുകാരൻ ആതിഥേയൻ സൽക്കരിക്കുന്നതിൽ ഏറ്റവും ഉയർന്ന സൽക്കാരം എന്താണെന്നറിയോ? അവിടെയുള്ള പ്രായമെത്തിയ കല്യാണം കഴിക്കാത്ത പെൺകുട്ടിയെ അന്ന് അയാൾക്ക് സമ്മാനിക്കലാണ്. വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്? ഇതാണ് ഷിയാക്കൾ. നമ്മുടെ ഉമ്മത്തിന് ഷിയാക്കളെ മനസ്സിലായില്ല. നമ്മളിപ്പോ ജയ് വിളിക്കുന്നുണ്ട് ഷിയാക്കൾക്ക്. അദ്ദേഹത്തിന്റെ ആയത്തുള്ള ഖുമൈനിന്റെ ഒരു ഖാദിമ് സലഫി മനഹജിലേക്ക് തിരിച്ചു വന്നു, കൺവേർട്ട് ചെയ്തു. അയാൾക്ക് ഹിദായത്ത് കിട്ടി. മൂപ്പര് ഒരു കിതാബ് എഴുതിയിട്ടുണ്ട്, ഇറാനിയൻ ഷിയാക്കളുടെ നേതാക്കന്മാരുടെ തോന്നിവാസങ്ങൾ. അതിലുണ്ട് ഇത്. അവർക്ക് റബ്ബ് ഒരു എന്റെ മോളെ ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറത്ത് വേറെ ചിന്തിക്കാതില്ല. ഏറ്റവും വലിയ പുണ്യകർമ്മമാണ്. അങ്ങനെ ആക്കി വെക്കുന്നു പുരോഹിതവർഗം, സാധാരണക്കാരൻ. ഇനി കേരളത്തിൽ എന്തെല്ലാം നമ്മൾ കാണാനിരിക്കുന്നു, ഇപ്പോഴും മെഹ്റമില്ലാതെ പെണ്ണുങ്ങൾ ശൈഖന്മാരത്തേക്ക് ഒറ്റയ്ക്ക് പോയിട്ട് കണ്ടിട്ട് വാമോടെ നോക്കി വിടുകയില്ല. ശൈഖന്മാരത്തേക്ക് ഭർത്താവ് ഈ ഭാര്യയെ എന്തെല്ലാം വരാനിരിക്കുന്നു, എല്ലാം വരും. മസീഹ് ദജ്ജാൽ വരുന്നതിന് മുമ്പ് എല്ലാം വരും. പക്ഷെ അവിടെ നാട്ടുകാരെ നന്നാക്കാൻ പറ്റൂല. സ്വന്തം നന്നായിക്കൂടെ, കുടുംബത്തെ സംരക്ഷിച്ചൂടാ. വേറെ ഒരു പരിപാടി നടക്കൂല. എല്ലാം ദുനിയാവിൽ വരും. ആൾക്കാരെ ചോദിക്കുന്നില്ലേ സെലഫികളോട്, നിങ്ങൾ ഇത്രയും പ്രസംഗിക്കുന്നു, അത്ര പരിപാടി വെക്കുന്നു, ഇത് എന്താ ഇല്ലാണ്ടാക്കിയതെന്ന്? നമ്മുടെ സമൂഹത്തിനെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല, മൊത്തത്തിലുള്ള ഷെറിൽ നിന്ന് വ്യക്തികൾക്ക് വഴി കാണിച്ചു കൊടുക്കുകയാണ്. ഹിദായത്തിന് അല്ലാഹുവിന്റെ തൗഫീഖ് ഉള്ളവൻ രക്ഷപ്പെടും. ഇല്ലേ? ഇതിന് കൂടെയുള്ളൂ. ഫിത്നകള് വരികയും കൂടുകയും ചെയ്യുന്ന അലാമാത്തു സായിൽപ്പെട്ടതാണ് ഈ ഷെറുകൾ മുഴുവൻ. അത് ഇല്ലാണ്ടാക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല. രക്ഷപ്പെടാൻ പറ്റും. അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ. അപ്പൊ സൂഫികളായ അർബാബുകളെ പോലെ, വൽ ഖുറാഫികളെ പോലെ. അതാ ഖുറാഫി എന്ന് പറഞ്ഞാൽ, പണ്ട് സക്കരിയ സ്വലാഹി ഒരുപാട് പ്രസംഗങ്ങൾ ഖുറാഫിനെ വിശദീകരിക്കാറ്. കണ്ടതും കേട്ടതും ഒക്കെ വിശ്വസിക്കുന്നത്. അതാണ് ഖുറാഫി. ആരെങ്കിലും ചെയ്ത് കണ്ടാൽ മതി, എവിടെന്നെങ്കിലും പറയുന്ന കേട്ടാൽ മതി. ഉദാഹരണത്തിന് തമ്മിക്കാരെ പോലെ, നമുക്ക് അവരെല്ലാം അറിയുള്ളൂ. ഖുറാഫി എന്തെങ്കിലും കേട്ടാൽ മതി. അതെന്തൊരാണ് ജമാഅത്ത് പോയ കാലകുണ്ടായി പറയും, ജമാഅത്ത് പോയാൽ കാണാമത്ത് അങ്ങനെ പോയപ്പോ ഇങ്ങനെയായി, അതിങ്ങനെയായി, ഇതിങ്ങനെയായി. എഴുതി മേവാത്തെന്ന് പറഞ്ഞതായിരിക്കും. അതിങ്ങനെ കേട്ട് 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 കേരളത്തിലെത്തുമ്പോ മറ്റേ അറക്കല രാജാവ് തുമ്മിയത് മൂക്കുപൊറ്റയാണ്. പക്ഷെ ഇപ്പോഴത്തെ എന്തായി? അറക്കല രാജാവ് ആനക്കുട്ടിനെ തുമ്മിയെന്നായി. അതേപോലെയാണ് തൗലിയാന്റെ കഥ. അതിങ്ങനെ പറഞ്ഞു വരും. അതാണ് ഖുറാഫി. തെളിവ് ചോദിക്കൂല. സലഫികളുടെ വ്യത്യാസം ശരിക്കും പറഞ്ഞാൽ സലഫി പള്ളിയിലെ മിമ്പറിന്റെ മുകളിൽ കയറി നിൽക്കുമ്പോൾ ഒരു പറയലാണ്. ഖുത്ബാന്ന് പറഞ്ഞിട്ട് ഇത്രയും കൊല്ലങ്ങളായില്ല, എന്നാലും ഖുത്ബക്ക് മുമ്പ് ഒരു പേടിയാണ്, മനസ്സിലൊരു എടുക്കാണ്. കാരണം പറയുന്നതിന് തെളിവുണ്ടേ. മുമ്പിൽ ഇരിക്കുന്ന ആൾക്കാർ ഒന്നും അറിയാത്ത പിന്നെ പൊട്ടന്മാരൊന്നുമല്ല. അവര് വായിക്കും, പഠിക്കും, ക്ലാസ്. അതന്നെ സെൽഫിലുള്ള പ്രത്യേകത. അള്ളാഹു വർദ്ധിപ്പിച്ചാലേ ആ ഒരു മൈൻഡും ആ ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളത് നമ്മുടെ പണ്ഡിതന്മാരുടെ തൗഫീഖ് തന്നെ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. കാരണം എന്താ അറിയോ, ഈ സമസ്ത പോലത്തെ ടീമുണ്ടല്ലോ നാട്ടിലുള്ള, ഇൽമി എന്താണെന്നറിയില്ല. ആ കൗമി വലിയ 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 പള്ളികളുണ്ട്. വലിയ ഹറാമും മിനൽ ഹുദ, ഹിദായത്തിൽ നിന്നും അത് ഒന്നുമില്ല, ഇതൊന്നുമില്ല, ഹറാമാണ്. അവർക്ക് ദീൻ അറിയില്ല. അവരുടെ മക്കൾക്ക് ദീനുൽ ഇസ്ലാമിന്റെ ABC അറിയില്ല. ബന്ധുവില്ലാത്ത മോളെ ബന്ധുവിനുള്ള ഉപ്പ തിരുത്തുകയും ചെയ്തു. ഇങ്ങനെയുണ്ട്. പക്ഷെ ആ മോള് മാഷാ അല്ലാഹ് മനസ്സിലാക്കുന്നുണ്ട്. ആ കുടുംബത്തിൽ നിന്നൊരു പെണ്ണങ്ങനെ പറയണമെങ്കിൽ, പക്ഷെ ആ പെണ്ണിന്റെ ഉമ്മാ കുടുംബം സെലഫി ടച്ചുള്ള കുടുംബം എന്നാണ് കേട്ടത്. അല്ലാഹു അഅലം. ഒരു പശർമ ഇല്ലെന്ന് പറയാൻ കഴിയില്ല. മൻഹജിന്റെ ഒരു പശർമ എന്തായാലും ആ കുടുംബത്തിലുണ്ട്. പക്ഷെ ആ കുടുംബത്തിൽ നിന്ന് പലരും സെലഫികളായിട്ടും ഉണ്ട്. അതുപോലെ കാര്യം
എന്തല്ല ആ കുടുംബത്തെ പണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഗ്രഹിച്ചിരുന്നു ചില ആൾക്കാരൊന്ന് വന്നു കിട്ടിയിരുന്നെങ്കിൽ. ഇവരെല്ലാം വന്നാൽ എന്തായിരിക്കും അവസ്ഥ? എത്ര ആളുകൾക്ക് ഹക്ക് മനസ്സിലാവും? തൗഫീഖാണ്. തൗഫീഖാണ്. ഹിദായത്ത് എന്ന് പറഞ്ഞാൽ സെലക്ഷനാണ്. അല്ലാഹു ഇസ്തിഖാമത്ത് നസീബാക്കി തരട്ടെ. ഈ പറയപ്പെട്ട ആൾക്കാരെ പോലെ ഖുറാഫികള്, സൂഫികള്, ബാത്തിനിയാക്കള് എന്ന് പറഞ്ഞാല് അവർക്കൊരു ആന്തരികമായ ഒരു അറിവുണ്ട്, ഒരു ആത്മീയമായ അറിവ്. അത് എല്ലാവർക്കും കിട്ടൂല, എല്ലാവർക്കും മനസ്സിലാവില്ല. അത് തബ്ലീഗുകാർക്കും അതുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാല് നമ്മൾ ഈ സലഫി പ്രസ്ഥാനവുമായിട്ടൊക്കെ അടുത്ത ആ സമയത്ത് നമ്മളെ കുടുംബത്തിൽ തന്നെ പെട്ട ചില ആൾക്കാരോട് ഈ വിഷയങ്ങൾ പറയുമ്പോൾ അവർ പറയും അത് നിസാമുദ്ദീന്റെ മഹാന്മാരെ സംസാരിക്കുന്നത് ഇവർക്ക് കിതാബ് നോക്കിയാൽ കാണൂല. അവർക്കത് ഇങ്ങനെ ഇറങ്ങുന്ന ഇൽമാണ്, ലതുന്നിയായ ഇൽമാണ്. അതൊരു എന്താ പറയാ, ബാത്തുനിയായ ആന്തരികമായിട്ട് അവർക്ക് കിട്ടുന്ന ഒരു അറിവാണ്. നമ്മുടെ അടുത്ത് അള്ളാഹു പറഞ്ഞ എന്താണ് അറിവ്? എവിടെയാണുള്ളത്? ഖാല അല്ലാഹ് വഖാല റസൂലുള്ളാഹ്. അതിന്റെ പിൻബലമില്ലാത്തതൊന്നും അറിവല്ല, അത് ജഹലാണ്. അപ്പൊ ഇവരുടെ രീതി അതായിരിക്കും. കാരണം അവര് ഖുർആനിലും ഹദീസിലും ബാഹിറായി കാണുന്ന നിയമങ്ങൾ, പ്രകടമായി കാണുന്ന നിയമങ്ങൾ അവർ ചെയ്യൂല. ചോദിച്ചാൽ പറയും നമുക്ക് വേറെ ഇൽമ കിട്ടുന്നുണ്ട്, നമുക്കൊരു ആത്മീയമായ അറിവ് വേറെ ഇറങ്ങുന്നുണ്ട്, അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാം, അമൽ ചെയ്യുക. കുഫറിന്റെ വർത്തമാനമാണ്. ഇമാം ബുഖാരി റഹ്മഹുല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം, നിങ്ങൾക്ക് ഒരുപാട് കേട്ടിട്ടുണ്ടാവും. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന. എന്റെ ഉമ്മത്ത് എല്ലാവരും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും, ഇല്ലാ മൻ അബാ, വിസമ്മതിച്ചവൻ ഒഴികെ. സഹാബകൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമൻ യഅബാ, ആരാ നബിയെ സ്വർഗ്ഗപ്രവേശനത്തിൽ നിന്ന് വിസമ്മതിക്കുക, ആർക്കാ ഇഷ്ടമില്ലാതിരിക്കുക? ഖാല മൻ അതാഅനി ദഖലൽ ജന്ന, ആര് എന്നെ അനുസരിച്ചുവോ അവൻ സ്വർഗ്ഗത്തിലെത്തി. വമൻ അസാനി, ആരാണോ എനിക്കെതിര് കാണിച്ചത് ഫഖദ് അബാ, അവനാണ് വിസമ്മതം കാണിച്ചവൻ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ശരീഅത്തിന്റെ നിയമങ്ങളിൽ എന്തെങ്കിലും ഒന്ന് എനിക്ക് ബാധകമല്ല എന്ന് പറഞ്ഞു മാറിയവൻ മഅസിയത്ത് ചെയ്തവനാണ്, അവൻ ഫഖദ് അബാ, വിസമ്മതിച്ചവനാണ്, സ്വർഗത്തിന്റെ അഹ്ലുകാരിൽ അവൻ പെടൂല. അതുകൊണ്ട് തന്നെ വമിനൽ മഅലൂം, എല്ലാവർക്കും അറിയുന്ന സംഗതിയാണ്, അന്ന ശരീഅത ലിൽ ജമീഅ, ശറഈന്റെ നിയമങ്ങൾ എല്ലാവർക്കും ബാധകമാണ്. വന്നാസ സവാസിയത്തുൻ ഫീ ദീനില്ലാഹി അസ്സ വജൽ, അല്ലാഹുവിന്റെ ദീനിൽ ആളുകളെല്ലാം ഒരേപോലെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം ബദർ യുദ്ധത്തിന് പോകുമ്പോൾ ആകെ 2 കുതിരകളാണ്, കുറച്ച് ഒട്ടകങ്ങളും. ഇതാണല്ലോ അവരുടെ അന്നത്തെ ആകെ വാഹനം യുദ്ധത്തിന് പോകുമ്പോൾ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉള്ള ഒട്ടകം കുതിരയും ഒക്കെ നെറുക്കിട്ടിട്ട് 2 ആൾക്കാർക്ക് സമയം വീതിച്ചു കൊടുക്കുക. ഇത്ര സമയം നിങ്ങൾ, ഇത്ര സമയം. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പവും അലി ഇബ്നു അബീ ത്വാലിബും, പിന്നെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു, ഈ 2 സഹാബാക്കളും നബിയും, ഈ 3 ആൾക്ക് ഒരു വാഹനം, ഊഴമിട്ട് സമയം വെച്ചിട്ട് കയറും ഇറങ്ങും, അങ്ങനെ നടക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഊഴം തീർന്നപ്പം അലി ഇബ്നു അബീ ത്വാലിബും മറ്റേ സഹാബിയും പറഞ്ഞു, യാ റസൂലല്ലാഹ്, നമ്മുടെ ടൈം നിങ്ങൾ വാഹനത്തിൽ സഞ്ചരിച്ചോളൂ, നമ്മൾ നടന്നോളാം, നമുക്ക് പ്രശ്നമില്ല, നമ്മൾ ചെറുപ്പക്കാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 വാക്കുകൾ പറഞ്ഞു. ഒന്ന്, നിങ്ങളെക്കാൾ കൂലി പ്രതീക്ഷിക്കാത്ത ആളല്ല ഞാൻ, എനിക്കും കൂലി വേണം, അപ്പൊ ഞാനും നടക്കണം, എന്നാൽ എനിക്ക് ആ കൂലി കിട്ടൂ. 2, നിങ്ങളെക്കാളും ശാരീരിക ബലവും എനിക്ക് തന്നെ, നിങ്ങളെ ചെറുപ്പക്കാരെന്ന് പറയണ്ട, നിങ്ങളെക്കാൾ കൂവത്ത് എനിക്ക് ഉണ്ട്. ഇത് 2 അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. 2 കാര്യം മുഹദ്ദിസീങ്ങൾ പറഞ്ഞു. ഒന്ന്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂലി കിട്ടണമെങ്കിൽ ചെയ്യേണ്ട ചെയ്തേ പറ്റൂ. ഞാൻ നബിയാ, ഞാൻ റസൂലുള്ളാഹിന്റെ മൂലയ്ക്ക് ഇരുന്നാൽ കൂലി കിട്ടൂല, നബി ചെയ്തേ പറ്റൂ. അവിടെ രാത്രി മൊത്തം നിന്ന് നിസ്കരിച്ച് കാലിന് നീര് കെട്ടിയത്, അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ ചെയ്തെങ്കിൽ വേറെ പുറത്തേക്ക് പോവാ. 2ാമത്തെ കാര്യം മുഹദ്ദിസീങ്ങൾ പറഞ്ഞു, ശാരീരിക ക്ഷമത, അല്ലെങ്കിൽ എന്താ പറയാ, ആരോഗ്യം. അത് നമ്മൾ നോക്കേണ്ട വേണം. ഭക്ഷണം കൺട്രോൾ ആക്കുക. നമുക്ക് സാധിക്കാത്തൊരു സംഗതി എന്ന് പറഞ്ഞാൽ ആരോഗ്യം റെഡിയാക്കണം, വേറെ കളയണം, ബോഡി ജിമ്മാവണം നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ എന്ത് ചെയ്യേണ്ടി വരും? അത് ഖതീബായിരിക്കുന്ന കാലത്തോളം നടക്കുന്ന പരിപാടിയല്ല, സാധാരണക്കാർക്ക് പറ്റിയിരിക്കും. ചിലപ്പോൾ നമ്മൾ ആകെ പള്ളി പോകുമ്പോൾ മാഷാ അല്ലാഹ് നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാർ അത് ഇന്ന് എന്റെ പേർക്ക് ആയിക്കോട്ടെ, അത്ര സ്നേഹത്തെ വിളിച്ചാൽ എന്തായിരിക്കും ആക്കുക? അല്ലെങ്കിൽ നമ്മ പള്ളി പോകുമ്പോൾ തന്നെ ഫസ്റ്റ് പറയും പച്ചക്കറി, വറവ്, പിന്നെ മീന് നിങ്ങൾ ഉണ്ടാക്കരുത് തൽക്കാലം.
അത് നമുക്ക് പറ്റൂല. ബീഫ് പറ്റൂ. വസല്ലമക്ക് ചില അഹ്കാമുകളിൽ അള്ളാഹു ഇളവ് കൊടുത്തത് പോലെ. ഉദാഹരണത്തിന്, ഒരു മുസ്ലിമായ പുരുഷന് എത്ര പേർ കല്യാണം കഴിക്കാം? അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. ഒരു നല്ല ആമീൻ പറഞ്ഞോട്. കെട്ടണം എന്നല്ല പറഞ്ഞ, അള്ളാഹു തൗഫീഖ് തരട്ടെ. തന്നാൽ കിട്ടിയേ പറ്റൂ. എന്താ വെച്ചാലും അള്ളാഹിന്റെ ഖളായിൽ ഉണ്ടെങ്കിൽ 2, 3, 4 കെട്ടേണ്ടവർ കെട്ടുക തന്നെ ചെയ്യും. അതുകൊണ്ട് ആമീൻ പറഞ്ഞോളി. അള്ളാഹു സ്വീകരിച്ചാൽ വഴികളൊക്കെ അള്ളാഹു എളുപ്പാക്കി തരും. എന്താ പറയാത്ത. പക്ഷെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നാളിലധികം പറ്റും. അള്ളാഹു ശരീഅത്തിന്റെ നിയമം റസൂലുള്ളാഹിക്ക് മാറ്റിക്കൊടുത്തു. അത് അള്ളാഹു മാറ്റിക്കൊടുത്തത് കൊണ്ട്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണമെങ്കിൽ വലിയിന്റെ നിർബന്ധമില്ല. നമുക്ക് അങ്ങനല്ല. ലാ നിക്കാഹ ഇല്ലാ ബിവലി. പെണ്ണിന്റെ വലിയ രക്ഷാധികാരി ഉണ്ടായേ പറ്റുള്ളൂ. അത് വാജിബാണ്, അല്ലെങ്കിൽ നിക്കാഹ് സഹിയാവൂല. എന്നാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതിൽ ഒരു പെണ്ണ് വന്ന് നബിയെ ഞാൻ നിങ്ങളുടെ ഭാര്യയായി വരാൻ തയ്യാറാണ് എന്നാ വന്നോളൂ പറഞ്ഞാൽ കല്യാണമായി. പക്ഷേ അള്ളാഹു പറഞ്ഞു, നബിയെ അത് നിങ്ങൾക്ക് മാത്രം. ഏതാണ് ആയത്ത്? ഇൻ വഹബത് നഫ്സഹാ ലിന്നബിയ്യി. ഒരു പെണ്ണ് വന്ന് അവരുടെ ശരീരം ആ പെണ്ണിന് വേണ്ടി സമർപ്പിച്ചാൽ, നബി ഉദ്ദേശിക്കുകയാണെങ്കിൽ സ്വീകരിക്കാൻ നബിക്ക് അനുവാദമുണ്ട്. ഇൻ അറാദ നബിയ്യു അൻ യസ്തൻകിഹഹാ ഖാലിസതൻ ലക മിൻ ദൂനിൽ മുഅ്മിനീൻ. ബാക്കി ഒരാൾക്കും അത് അനുവദനീയമല്ല നബിയെ, നിങ്ങൾക്ക് മാത്രമേ അതിന് അനുവാദമുള്ളൂ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒന്നിലധികം കല്യാണം കഴിച്ചതിന്റെ പിറകിൽ അതിൻ്റെതായ ഹിക്മത്തുകളുമുണ്ട്. രണ്ട് വെറുതെ പോയിട്ട് കെട്ടിയല്ല. വെറുതെ കെട്ടിയതാകെ 2 പേര് മാത്രമാണ്. ഒന്ന് ഖദീജ റളിയല്ലാഹു അൻഹ, അത് ആദ്യത്തെ കല്യാണം. പിന്നെയുള്ളത് ആയിഷ. അതാണ് ശരിക്കുള്ള ആ ഒരു കല്യാണത്തിന്റെ ഇത്. അതിനപ്പുറത്തുള്ള എല്ലാ കല്യാണങ്ങളുടെയും പിറകിൽ ഓരോ കാരണങ്ങളുണ്ട്, ഓരോ ലക്ഷ്യങ്ങളും ഉണ്ട്. അല്ലാണ്ട് വെറുതെ പോയിട്ട് കെട്ടിയില്ല. സഫിയ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചപ്പോ ഖൈബർ യുദ്ധം കഴിഞ്ഞ്, ഖൈബറിലെ രാജകുമാരിയാണ് സഫിയ. ഭയങ്കര സുന്ദരി. ആയിഷയ്ക്ക് വരാണ്ട് അസൂയ വന്നു പോയി സഫിയാനെ കണ്ടിട്ട്. പക്ഷെ അത് കല്യാണം കഴിച്ചതിന്റെ പിറകിലുള്ള ഹിക്മത്ത് എന്ന് വെച്ചാല്, ഖൈബറിൽ പിടിക്കപ്പെട്ട ഒരുപാട് അടിമകളുണ്ട്. എല്ലാവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഗനീമത്ത് ഭാഗിച്ചു കൊടുത്തു. ഖൈബർ ജൂതന്മാരല്ലേ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് സഫിയാനെ കല്യാണം കഴിച്ചു. ഇപ്പൊ സഹാബത്തുകൾ ചർച്ചയായി, അള്ളാഹുവിന്റെ റസൂലിന്റെ അടിയന്മാരൊക്കെ നമ്മളെങ്ങനെ അടിമകളാക്കിയിട്ട് വെക്കുക? കാരണം സഫിയാനെ കെട്ടിനോട് ബാക്കി എന്റെ ബന്ധുക്കളായി, റസൂലുള്ളാഹിന്റെ ബന്ധുക്കളായി. റസൂലുള്ളാഹിന്റെ ബന്ധുക്കൾ എങ്ങനെ നമ്മൾ അടിമയായിട്ട് വെക്കുക? മോചിപ്പിക്കാം. അവരൊക്കെ ഫ്രീ ആയിട്ട് മോചിപ്പിച്ചു. ആ മോചിപ്പിച്ച കണ്ടപ്പം ഈ ഇവർക്ക് എന്തായി? ഖൈബറുകാർക്ക് മനസ്സിൽ മാറ്റം വന്നു. മുസ്ലിമികൾ എടുത്ത നിലപാട് എല്ലാവരും കൂടി ഇസ്ലാമിലേക്ക്. ഒരൊറ്റ കല്യാണം കൊണ്ട് ഖൈബറിൽ പിടിക്കപ്പെട്ട മനുഷ്യന്മാര് മുഴുവൻ ഹിദായത്തിലായി. അതാണ്. അങ്ങനെ കുറെ ഹിക്മത്തുകൾ എല്ലാ കല്യാണത്തിന്റെ ബാക്കിലും ഉണ്ട്. അപ്പൊ അങ്ങനെ ചില നിയമങ്ങൾ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അനുവദിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ബാധകമാണ്. അതല്ലാത്ത ബാക്കി മുഴുവൻ ആളുകളും സവാസിയത്തുൻ ഫീ ദീനില്ലാഹ്, അള്ളാന്റെ ദീനിൽ സമമാണ്. ആകെ അള്ളാന്റെ ദീനിൽ ആളുകളെ അള്ളാഹു വേർതിരിക്കുന്ന അളവുകോല് ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. ഇതാണ് അള്ളാഹുവിന്റെ മീസാൻ. ഫലൈസ ഹുനാക മീസാനു ഹസബിൻ, കുടുംബ ബന്ധത്തിന്റെ അളവുകോലില്ല. വലാ നസബിൻ, പാരമ്പര്യത്തിന്റെ അളവുകോലില്ല. ഔ മാലിൻ, സമ്പത്തിന്റെ അളവുകോലില്ല. ഔ ജാഹിൻ, പെരുപ്പത്തിന്റെ എന്താ പറയാ, ജാഹിൻ എന്താ മലയാളം പറയും? തറവാട്ടിന് മഹിമ. ജാഹിൻ, മഹിമയുടെ അളവ് പോലുമില്ല. തഖ്വയുടെ അളവ് പോലെ അള്ളാഹുവിന്റെ അടുത്തുള്ളൂ. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിഞ്ഞാൽ ലൈസ ഹുനാക അഹദുൻ ലഹു ശൈഉൻ മിൻ ഖസാഇസി ഇല്ല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവിൽ വേറെ ഒരാൾക്കും ആ പ്രത്യേകതകളില്ല. അള്ളാഹു പ്രത്യേകം കൊടുത്ത ചില നിയമങ്ങൾ. അതിപ്പം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുലഫാഉർ റാഷിദീങ്ങളായ സഹാബാക്കളാണെങ്കിലും
അവർക്ക് വരെയില്ല. ശൈഖ് ചോദിക്കുക, ഫമൻ ദൂനഹും മിൻ ബാബി ഔലാ, ഖുലഫാഉർ റാഷിദീങ്ങൾക്ക് വരെ അത് ബാധകമല്ലെങ്കിൽ അതിന് ശേഷമുള്ള ആർക്കാണ് അത് ബാധകമാവുക? ദീനിൽ എല്ലാവരും സമമാണ്. മാത്രമല്ല ഈ വിഷയം പറയുന്ന ആളുകൾ തെളിവായിട്ട് പറയുന്നത് ഖിദർ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും സംഭവമാണ്. ഖിദർ അലൈഹിസ്സലാത്തു വസ്സലാം മൂസ നബിയെ ഫോളോ ചെയ്തിട്ടില്ല. മൂസ നബിയാണ്, റസൂലാണ്. എന്നിട്ടും എന്ത് ചെയ്തു? അതിനെതിരായിട്ടുള്ള പല പ്രവൃത്തികളും ചെയ്തു. അപ്പൊ മൂസ ശരീഅത്തിന് ചെയ്യാൻ പാടില്ലാത്തത് ഖിദർ അലൈഹിസ്സലാം ചെയ്തിട്ടുണ്ടെങ്കിൽ ചില ആളുകൾക്ക് അങ്ങനെ മാറി നിൽക്കാനുള്ള അവകാശം ഉണ്ടെന്നല്ലേ വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ചില സൂഫികളും മറ്റും ഇങ്ങനെ ഔലിയാക്കൾക്ക് പ്രവാചകന്മാർ പഠിപ്പിച്ച ശരീഅത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള അവകാശമുണ്ടെന്ന് വാദിക്കുന്നത്. പക്ഷേ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹു തആല പറഞ്ഞു, വമൻ ഇഹ്തജ്ജ ഫീ ദാലിക ബിഖിസ്സത്തി മൂസ മഅൽ ഖദർ, ഖിദർ നബിയോടൊപ്പം മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ സംഭവം ഇതിലേക്ക് ചേർത്ത് തെളിവുദ്ധരിക്കുന്ന ആളുകൾ കാന ഗാലിതൻ മിൻ വജ്ഹൈൻ, രണ്ട് രീതിയിൽ അയാൾക്ക് തെറ്റ് സംഭവിച്ചിരിക്കുന്നു. ഒന്ന്, അന്ന മൂസ ലം യകുൻ മബ്ഊസൻ ഇലൽ ഖിദർ, മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖിദർ നബിയിലേക്ക് നിയോഗിക്കപ്പെട്ട നബി ആയിരുന്നില്ല. കാരണം മൂസ നബിന്റെ നാട്ടുകാരനല്ല, ബനു ഇസ്രായേൽ പെട്ട ആളല്ല ആര്? ഖിദർ അലൈഹിസ്സലാം. അതുകൊണ്ട് അള്ളാഹു എന്ത് പറഞ്ഞ്? മൂസ നബി പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്, നല്ല പ്രസംഗം. അത് കഴിഞ്ഞപ്പോ ഒരാൾ ചോദിച്ചു, മൂസ നിങ്ങളെക്കാളും വലിയ പണ്ഡിതൻ പോലെ ഉണ്ടാവും, നിങ്ങൾ ചോദിക്കുന്നില്ല, നിങ്ങളെക്കാളും വലിയ ആൾ പോലില്ല, ആരെങ്കിലും ഉണ്ടാവോ? മൂസ നബി എന്ത് പറഞ്ഞു? ഉണ്ടാവാൻ ചാൻസ് ഇല്ല. മൂസ നബി പറഞ്ഞ എന്തുകൊണ്ടാ? നബി ആയതുകൊണ്ടാണ്. നമ്മൾ പറഞ്ഞാലോ? അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. കിബറാണത്. മൂസ നബി പറഞ്ഞു, ഇല്ല, എന്നെക്കാളും അറിവുള്ള ദുനിയാവിൽ ആരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല. അള്ളാഹുവിനെ തീരെ പിടിച്ചില്ല. ഒരു പ്രവാചകന്റെ നാവെന്ന് വന്ന വാക്കല്ലാക്ക് പിടിച്ചിട്ടില്ലെങ്കിൽ ഇൽമിന്റെ വാതിൽക്കൽ എത്താത്ത നമ്മൾ വലിയ ഇൽമിന്റെ കളി കളിച്ചാൽ എന്തായിരിക്കും അള്ളാഹുവിന്റെ നിലപാട്? കിബറിന്റെ ഒരു മിസ്ഖാൽ ദർറ മതി സ്വർഗ്ഗത്തിൽ പോകാൻ. നാളെ മഹ്ശറിൽ മുതകബ്ബിരീകൾ, അഹങ്കാരികൾ ഒരു ദർറത്തിന്റെ കോലത്തിലാണ് വരിക. എന്തിന്? ആളുകളുടെ കാലിന്റെ ഇടയിൽ അവരെ ഇട്ട് ചവിട്ടിക്കും റബ്ബ്. ഇങ്ങനെ നിന്നോളല്ലേ, തൽക്കാലം ഇവിടെ ഞങ്ങൾ നിൽക്കണ്ടെന്നുള്ള രീതിയിൽ. ഭയങ്കര ഡേഞ്ചറാണ് കിബർ. അൽ കിബിരിയാ ഉരിദാഇ, അള്ളാഹ്ക്ക് മാത്രമേ അഹങ്കരിക്കാനുള്ള അവകാശമുള്ളൂ, മനുഷ്യന്മാർക്കില്ല. കാരണം അള്ളാഹുവിന് എന്തുണ്ട്? അർഹതയുണ്ട്. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത മാസം പറയാം. അള്ളാഹു കാര്യങ്ങളെ മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള തൗഫീഖ് തരട്ടെ. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.